നമസ്കാരം. പ്രത്യേകിച്ച് ഇന്ന് വന്നിട്ടുണ്ടെന്ന് പറയുന്ന പുതിയ 4 പേർക്ക് എൻ്റെ ഏറ്റവും ഹൃദയംഗമമായിട്ടുള്ള അഭിനന്ദനങ്ങൾ. അവര് നിങ്ങൾ വളരെ പൊന്നുപോലെ നോക്കണം. നമ്മൾ ഈ ഈ പ്രോഗ്രാമിൽ അവരെ ഏറ്റവും കൂടുതൽ നമ്മൾ സ്വാഗതം ചെയ്യുന്ന ആൾക്കാരാണ്. കാരണം വെച്ചാൽ ഒരു തുടക്കക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കാട്ടിൽ വഴി ഏതാണെന്നറിയാതെ ഇങ്ങനെ അകപ്പെട്ടിരിക്കുന്ന ഒരാളെ പോലെയാണ്. അയാൾക്ക് ആ വഴി കാണിച്ചു കൊടുക്കാനായിട്ട് നമ്മളെ ഈ പ്രോഗ്രാമിൽ നേരത്തെ എത്തിയ സുഹൃത്തുക്കൾക്ക് കഴിവുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എന്നത്തെ പോലെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. നാം ഇവിടെ പരസ്പരം കേൾക്കാൻ വേണ്ടി എന്തിനാണ് ഇങ്ങനെ ഒത്തുചേർന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? ശരിക്കും ഉടനെ വേണ്ടിയിരുന്ന ഒരു ആവശ്യമാണോ ഇത്? അതോ വളരെ വൈകിപ്പോയ ഒരു ആവശ്യമാണോ? അതുമല്ലെങ്കിൽ ആവശ്യം വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണോ? തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതിരുന്നതിനാൽ അനുഭവങ്ങൾ കുറേയധികം ഉണ്ടായി. കുറച്ച് ആൾക്കാർ അങ്ങനെയൊക്കെ സംസാരിച്ചത് ഞാൻ കേട്ടു. പക്ഷേ നമുക്ക് പല ആൾക്കും ഈ അനുഭവങ്ങളിൽ നിന്നും ഒരു അറിവിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട വൈകാരിക അവസ്ഥകളാണ് നമ്മുടെ സങ്കടം, നമ്മുടെ സന്തോഷം, വെറുപ്പ്, ഭയം, അവിടെയൊക്കെ പ്രശ്നങ്ങളായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ അവരുടെ സ്വഭാവത്തെ ഒരു പകർന്നാട്ടം, അവർ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യുക. എനിക്കും നേരത്തെ ഒരു സുഹൃത്ത് അങ്ങനെ പറഞ്ഞു. ഒരു സുഹൃത്തിൻ്റെ വിളി വന്നപ്പോഴത്തേക്കും അദ്ദേഹം അതിലേക്ക് എടുത്തു ചാടാൻ തോന്നിയ ആ അവസ്ഥ. അപ്പം ഈ ഒരു പകർന്നാട്ടം അതിൻ്റെ പുറകിൽ ചില കാര്യങ്ങളുണ്ട്. എനിക്കും അതൊരു അത്യാവശ്യമാണ്. ഈ ആനന്ദം എനിക്കും ഒരു അത്യാവശ്യമാണ് എന്നൊക്കെ ഉള്ളൊരു തോന്നൽ. അല്ലെങ്കിൽ ഞാനും ഈ മദ്യം പക്വതയോടെ കുടിച്ച് ഒരു സോഷ്യൽ ഡ്രിങ്കറാണ്, ഇങ്ങനെ ജീവിതത്തിൻ്റെ ആ എന്താ പറയുക രസകരമായ കാര്യങ്ങൾ എനിക്കും അനുഭവിക്കണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം. അല്ലെങ്കിൽ ഇതൊക്കെ ഞാനും ഉപയോഗിച്ച് ലോകത്തെ ഒന്ന് കാണിച്ചു കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള ചില തോന്നലുകൾ. കാരണം ഞാൻ ആരാകണം, എന്താകണം എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഈ മദ്യാസക്ത രോഗം. സത്യം പറയട്ടെ, എൻ്റെ മനസ്സിൽ ഓടിയ കാര്യങ്ങൾ നമ്മളെ തന്നെ തീരുമാനങ്ങൾക്ക് വിട്ടുകൊടുത്തു. ഞാനിപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞാൽ ഓരോ മദ്യാസക്തിൻ്റെ കാര്യത്തിൽ അവരുമായിട്ട് താതാത്മ്യം പ്രാപിച്ചാണ് പറയുന്നത്. നമ്മൾ മനസ്സിൽ ഓടിയ കുറേ കാര്യങ്ങൾ അത് തീരുമാനങ്ങൾക്ക് വിട്ടുകൊടുത്തപ്പോൾ എന്താ പറ്റേ? നമ്മളൊരു അടിമയെ പോലെ ഒരു വിധേയനായി മാറി. ഒരു വിധേയൻ, എന്തും പറഞ്ഞാൽ കേൾക്കുന്ന ഒരു വിധേയൻ. ഈ മദ്യത്തിൻ്റെ ആ ഒരു ഛായയിൽ, ആ ശീതള ഛായയിൽ എന്തു പറഞ്ഞാലും കേൾക്കുന്ന ഒരാളായിട്ട്, ഒരു അനുസരണയുള്ള ഒരാളായി മാറി. അപ്പോൾ നമ്മളങ്ങനെ എപ്പോഴും ആര് പറഞ്ഞാലും എന്തു പറഞ്ഞാലും അനുസരിച്ചൊരു അടിമയാകേണ്ട ആളൊന്നുമല്ല ഒരു മനുഷ്യൻ. ഏതായാലും അത് ഇന്നത്തെ ദിവസം പുതിയതായിട്ട് വന്ന സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു, ആ കാര്യങ്ങളൊക്കെ അതൊക്കെ ഇവിടെ അവസാനിക്കട്ടെ. ഇന്നത്തെ ദിവസം അത് അവസാനിക്കട്ടെ. ചുരുക്കത്തിൽ ഏറ്റവും ആഹ്ലാദദായകമാണ് നമ്മളിപ്പോൾ ഈ സുഹൃത്തുക്കൾ പറഞ്ഞ അവർക്ക് ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഉള്ളിൽ അവർ സംസാരിച്ചു. തനിക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന രീതിയിൽ ഒരു സുഹൃത്ത് സംസാരിച്ചു. അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മുടെ സ്വന്തം മനസ്സ് നമ്മുടെ കസ്റ്റഡിയിൽ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് സ്വാതന്ത്ര്യം? നമ്മൾ ആരുടെ അടിമയൊന്നുമല്ല. ഒരു ലഹരി സാധനത്തിൻ്റെയോ ഒരു മനുഷ്യൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടികളുടെയോ കക്ഷികളുടെയോ
നമ്മൾ ആരുടെയും ഒരു അടിമയാകേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആനന്ദം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യമാണ്. ആ ഒരു ബോധം, അതുകൂടാതെ നമ്മുടെ കഴിവ്, നമ്മുടെ ബുദ്ധി, ഏഹ് അതനുസരിച്ച് ഞാൻ ആരുടെയും താഴെയല്ല. ഞാൻ അത്ര വലിയ കേമനൊന്നുമല്ല, എങ്കിലും ഞാൻ ആരുടെയും താഴെയല്ല. ആ ഒരു ബോധം ഉണ്ടെങ്കിൽ നമുക്ക് ഈ അടിമത്തത്തിന്റെ ഒരു പരിപാടി അത് ആവശ്യം വരില്ല. നമ്മൾ ഒരു സമത്വം, മറ്റുള്ളവരെ പോലെ ഒരു സമാനമായിട്ടുള്ള ഒരവസ്ഥ, ഒരു സമത്വ ബോധം, എനിക്കും എല്ലാത്തിനും ഒരു കഴിവൊക്കെ ഉണ്ട് എന്നുള്ള സമത്വ ബോധം, അതൊക്കെ നമ്മൾ ഈ പ്രോഗ്രാമിൽ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുന്ന സംഗതിയാണ്. അതുപോലെ നമ്മളെ പല ആൾക്കാരും ചവിട്ടി തേച്ചിട്ടുണ്ട്, അപമാനിച്ചിട്ടുണ്ട്, എന്തെല്ലാം വാക്കുകൾ. അത് സ്വന്തം വീട്ടിലുള്ളവര്, സ്വന്തം അയൽവക്കത്തുള്ളവര്, സുഹൃത്തുക്കള്, ജോലി ചെയ്ത സ്ഥലത്ത് എത്രയോ ആൾക്കാർ മദ്യാസക്തനെ അപമാനിച്ചിട്ടുണ്ട്, ചവിട്ടി അരച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എന്താണ് സംഭവിച്ചത്? നമുക്ക് എന്തൊക്കെയോ കഴിവുകളൊക്കെ, നമുക്കൊരു മനുഷ്യനാകാനുള്ള ചില കഴിവൊക്കെ നഷ്ടപ്പെട്ടു എന്നാണ് നമുക്ക് ധരിക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്നേഹിക്കാനും അതുപോലെ എല്ലാവരോടും ഒരു സാഹോദര്യത്തിൽ പെരുമാറാനുള്ള കഴിവുണ്ട്. നമ്മൾ അങ്ങനെ മോശക്കാരനല്ല എന്ന് നമുക്ക് അത് തിരിച്ചറിയും. നമ്മൾ ഈ പ്രോഗ്രാമിൽ വരുമ്പോൾ അത് തിരിച്ചറിയും. അപ്പം ഈ 3 കാര്യങ്ങൾ ഈ പുതുമക്കാർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സ്വത്ത്, അസറ്റ്, അവർക്ക് ബാങ്ക് അക്കൗണ്ടിനേക്കാളും അവരുടെ ഏത് ലോട്ടറി അടിച്ചാൽ അതിനേക്കാളൊക്കെ അവർക്ക് ഈ പ്രോഗ്രാമിൽ വന്നാൽ കിട്ടുന്ന എന്താണ്? ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങളാണ്. ഒന്ന്, സ്വന്തം സ്വാതന്ത്ര്യം, തീരുമാനം എടുക്കാനുള്ള, അഭിമാനത്തോടെ ജീവിക്കാനുള്ള ഒരു കഴിവ്. അതുപോലെ ബുദ്ധി, കഴിവ്, ആരുടെയും കീഴിലല്ല, എനിക്കും പല കാര്യങ്ങളും സാധിക്കും എന്നുള്ളതും, അതുപോലെ ഞാനും ഒരു മനുഷ്യനാണെന്നും മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നേക്കണത്. അത് പുതുമക്കാരായ എല്ലാ ആളുകൾക്കും ഞാനത് ആശംസിക്കുന്നു. ഈ 3 കാര്യങ്ങളും വളരെ പ്രധാനമാണ്. ഞാനിപ്പോൾ ഈ അവസാനം പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതായത് നമുക്ക് സ്നേഹിക്കാനുള്ള കഴിവ് ഉണ്ടെന്നുള്ളതും നമ്മൾ വലിയ ഉപദ്രവകാരികളാണെന്നൊക്കെ, അതൊക്കെ വിചാരിച്ച് ചില ആൾക്കാർ നമ്മളെ ചവിട്ടി അരച്ച് നമ്മൾ മനുഷ്യത്വം ഇല്ല എന്നൊക്കെ പറഞ്ഞാണ്. വാസ്തവത്തിൽ ഇത് ഒരു ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു രോഗമാണ്. കാരണം വെച്ചാൽ എന്താണ്, ഈ മനുഷ്യത്വവും ഈ സ്വാതന്ത്ര്യവും ഈ കഴിവും ഒക്കെ എവിടുന്നാ വരുന്നതെന്നറിയോ? അത് ഞാൻ തുടക്കത്തിലേ പറയാം. ഈ മദ്യാസക്ത രോഗം അല്ലെങ്കിൽ മറ്റ് ലഹരി രോഗങ്ങളെ പറ്റി നമ്മൾ പുതുമക്കാര് മുതൽ ഇപ്പോൾ പുനർബധനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഇനിയും വരാനിരിക്കുന്നവരും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മുടെ തലച്ചോറിന്റെ സൂക്കേടാണ്. ഒരു സംശയമില്ല, 100% തെളിയിക്കപ്പെട്ട ഒരു കാര്യമാണ്. അത് നമ്മുടെ രോഗലക്ഷണങ്ങൾ കൊണ്ടും നമ്മുടെ പരിശോധനകൾ കൊണ്ടും നമ്മുടെ പുതിയ തെളിവുകൾ കൊണ്ടും ഒക്കെ ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ട ഒരു കാര്യമാണ്. 100% ഈ മദ്യവും മറ്റു ലഹരി സാധനങ്ങളും നമ്മുടെ തലച്ചോറിന്റെ രോഗമാണ്, ബ്രെയിൻ. അപ്പൊ പല ആൾക്കാരും ആലോചിക്കും, എന്തിനാണ് ഈ ബ്രെയിനിന്റെ ഇത്ര വലിയ സംഭവം? അതാണ്, നമ്മുടെ ഈ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു 1.2 കിലോഗ്രാം അല്ലെങ്കിൽ ഒരു 3 പൗണ്ട് തൂക്കമുള്ള ഒരു ജെല്ലി പോലത്തെ സാധനമാണ്. പക്ഷെ ആ സാധനം, അതിൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ അപാരമാണ്. ഇപ്പൊ നമ്മളിപ്പോ ഈ പിടിച്ചേക്കുന്ന ഈ മൊബൈൽ, ഇതിന്റെ ഉള്ളിലുള്ള കമ്പ്യൂട്ടറുകൾ, ഇതൊക്കെ ഇതൊക്കെ നമ്മള് ബുദ്ധിശക്തിയുടെ ഉള്ളിൽ, നമ്മുടെ തലച്ചോറിന്റെ കഴിവിന്റെ ഉള്ളിൽ ഉണ്ടാക്കപ്പെട്ടതാണ്. ഈ ഭൂമിയിൽ കാണുന്ന എല്ലാ സംഗതികളും, ഇപ്പോ ഈ ജന്തുക്കള് ഒഴിവാക്കി നോക്കിക്കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ കാണുന്ന എല്ലാ നിർമ്മിതികളും, എല്ലാ സംഭവങ്ങളും മനുഷ്യന്റെ തലച്ചോറിൽ നിന്ന് ഒന്നാണ്. അപ്പൊ അത്രയ്ക്ക് പ്രധാനപ്പെട്ട സംഗതിയാണത്. അതിൽ എന്തൊക്കെയുണ്ട്? അത് നമ്മുടെ കഴിവുകള്, നമ്മുടെ ബുദ്ധിശക്തി,
നമ്മളുണ്ടാക്കിയ എടുത്ത സംസ്കാരം, അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന, ഈ തലച്ചോറിൻ്റെ ഉള്ളിൽ നിന്ന് വന്നാണ്. അപ്പോൾ അതിനെ ബാധിക്കുന്ന ഒരു രോഗം എന്ന് പറഞ്ഞാൽ അത് എല്ലാ തരത്തിലും നമ്മുടെ ബുദ്ധിശക്തിയെയും നമ്മുടെ കഴിവിനെയും ഒക്കെ നഷ്ടപ്പെടുത്തും. അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ തിരിച്ചു വരുമ്പോൾ അത് മനസ്സിലാവും. നമ്മൾ മദ്യത്തിൽ നിന്ന് അത് നിർത്തിവെച്ച് ഒരു തിരിച്ചുവരവ് നടത്തുമ്പോൾ നമുക്ക് എന്തൊക്കെ ലഭിക്കുന്നു? ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ സംഗതികളും നമുക്ക് കിട്ടും. അത് സത്യത്തിൽ തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു വർഷം മദ്യത്തിൽ നിന്ന് വിട്ടുനിന്നവരുണ്ട്, 3 വർഷം വിട്ടുനിന്നവരുണ്ട്, 5 വർഷം വിട്ടുനിന്നവരുണ്ട്. ഇവർക്കൊക്കെ തിരിച്ചു കിട്ടിയത് എന്തൊക്കെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞ കഴിവുകളാണ്. ആ കഴിവും ബുദ്ധിശക്തിയും പെരുമാറ്റം, ഈ തലച്ചോറിൻ്റെ ഉള്ളിൽ നിന്നാണ് പെരുമാറ്റം വരുന്നത്. അതിൻ്റെ ഉള്ളിലാണ് ഒരു മനസ്സുള്ളത്. ഈ മനസ്സെന്ന് പറഞ്ഞാൽ തലച്ചോറ് പ്രവർത്തിക്കുന്നതിനാണ് നമ്മൾ മനസ്സെന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ബോധമുള്ളത്. അപ്പോൾ അതൊക്കെ രക്ഷപ്പെടുകയാണ്. മദ്യം നിർത്തുന്നതോടുകൂടി അതൊക്കെ രക്ഷപ്പെടും. നമ്മുടെ മനസ്സ് രക്ഷപ്പെടും, നമ്മുടെ ബോധമണ്ഡലം ശരിക്കും രക്ഷപ്പെടും, കഴിവുകൾ രക്ഷപ്പെടും, ബുദ്ധിശക്തി രക്ഷപ്പെടും, നമ്മളെ സ്നേഹിക്കാനുള്ള കഴിവ് രക്ഷപ്പെടും, നമ്മളെ ഉത്തരവാദിത്തങ്ങളൊക്കെ രക്ഷപ്പെടും. എന്തെല്ലാം കാര്യങ്ങളാണ്! ചുരുക്കത്തിൽ നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു ജീവിതം നമ്മളിലേക്ക് തിരിച്ചു കിട്ടും. അതിന് കുറെ കഷ്ടപ്പാട് അനുഭവിക്കണം. കാരണം ഈ രോഗത്തിന്റെ പ്രത്യേകത ഇത് ഭയങ്കര എല്ലാ മേഖലയിലും എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന, തലച്ചോറ് മാത്രമല്ല, നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളെയും അതിൻ്റെ നിയന്ത്രണത്തെയും ഏറ്റവും പ്രധാനം നമ്മുടെ മനസ്സിനെയും നമ്മുടെ പെരുമാറ്റത്തെയും ബാധിക്കുന്ന തലച്ചോറിൻ്റെ രോഗമാണ്. അപ്പോൾ നമ്മൾ ഒരു ചികിത്സ എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ തലച്ചോറിനെ നമ്മൾ തന്നെ രക്ഷപ്പെടുത്തുക. അതെന്തുകൊണ്ടാണ്? നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്നില്ലേ, ഇത് അറിവാണ്. പല സുഹൃത്തുക്കളും അനുഭവങ്ങൾ പറഞ്ഞ് 24 ദിവസം നിർത്തിവെച്ച അയാൾക്ക് കിട്ടിയ അനുഭവം പറഞ്ഞു. അപ്പോൾ ഈ അറിവ് അത് അനുഭവങ്ങളുടെ അറിവാണ്. ഒരാൾ അനുഭവിച്ച അറിവ്, പഠിച്ച അറിവ്, അതിൽ നല്ലതും മോശപ്പെട്ടതൊക്കെ ഉണ്ട്. അതിനൊക്കെ നമ്മൾ വേർതിരിച്ചറിഞ്ഞ് നല്ലതിനെ സ്വീകരിക്കുകയും മോശപ്പെട്ടതിനെ വരാതിരിക്കാനായിട്ട് തള്ളിക്കളയുകയും ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ബ്രെയിൻ നല്ലതാവുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ വന്ന പുതിയ സുഹൃത്തുക്കൾക്കെല്ലാം ഇങ്ങനെയുള്ള നല്ല സംഗതികൾ അവർക്ക് തിരിച്ചു കിട്ടട്ടെ. ഏറ്റവും പ്രധാനം അവർക്ക് തിരിച്ചു കിട്ടുന്നത് എന്താണ്? അവരുടെ ജീവനും ജീവിതമാണ്. അത് പലപ്പോഴും പല ആൾക്കാരും, ഞാനിപ്പോൾ ഈ പല സുഹൃത്തുക്കളും, ഞാൻ ഒരു 10-18 വർഷമായിട്ടിപ്പോൾ പല ഡി അഡിക്ഷൻ സെൻ്ററുകളും ജോലിയൊക്കെ ചെയ്തിട്ടുണ്ട്. പല ആൾക്കാരുമായിട്ട് ഈ പ്രോഗ്രാമിൽ എയുടെ ഒരു ട്രസ്റ്റി ആയിട്ട് കുറേ വർഷങ്ങൾ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് നൽകിയ അറിവ് എന്താണെന്ന് വെച്ചാൽ, ഈ പ്രോഗ്രാമിൽ കൂടി, ഈ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാമിൽ കൂടി രക്ഷപ്പെടാൻ എളുപ്പമാണ്, ലളിതമാണ്. അതൊരു അറിവാണ്. ആ അറിവ് നമ്മൾ പങ്കുവെച്ച് കിട്ടുന്ന സമാന ചിന്താഗതിക്കാരുടെ അറിവാണ്. അപ്പോൾ ഇവിടെ നല്ല നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞില്ലേ, രക്തബന്ധത്തെക്കാൾ വലിയൊരു ബന്ധം ഞാൻ കണ്ടു. അതൊക്കെ ഭയങ്കരമാണ്. എല്ലാത്തിനും അതീതമായൊരു സ്നേഹബന്ധത്തിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഈ അറിവ് തിരിച്ചു കിട്ടുന്നത്. അതുകൊണ്ട് ഒരു കാര്യം, ഈ മദ്യാസക്തരോട് പറയേണ്ട ഭാഷയുണ്ടല്ലോ, ഭാഷ പല ആൾക്കും വലിയൊരു പ്രശ്നമാണ്. ഈ വീട്ടിലുള്ളവർ ചെയ്യുന്ന പരിപാടി എന്താണ്? ഒരു മദ്യാസക്തന്റെ വീട്ടിൽ അച്ഛനോ അമ്മയോ അമ്മ സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കറിയാവുന്ന ഒരേ ഒരു ഭാഷ എന്താണ്? ഉപദേശമാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ശകാരമാണ്, അല്ലെങ്കിൽ അപമാനിക്കൽ, അവഹേളിക്കലൊക്കെയാണ്. ഈ ഭാഷ ഈ കേടുപറ്റിയ ഒരു തലച്ചോറുള്ള ഒരാൾക്ക്, ഒരു സാധാരണക്കാരന് പോലും പറ്റില്ല. അത് കേടുപറ്റിയ തലച്ചോറ്, കേടുപറ്റിയ പെരുമാറ്റം, ചിന്തകൾ, തോന്നലുകൾ, വികാരങ്ങളൊക്കെയാണല്ലോ ഉള്ളത്.
അവർക്കത് ഒട്ടും സ്വീകരിക്കാൻ പറ്റില്ല. അവരോട് ഒരു സ്നേഹത്തിന്റെ ഭാഷ അല്ലാതെ ഒന്നും പറ്റില്ല. ഒരു എളിമയുടെ സ്നേഹത്തിന്റെ ഭാഷ, അതാണ് എയിലെ പ്രത്യേകത തന്നെ. ഇപ്പൊ ഇവിടെ പുതുതായിട്ട് വന്ന സുഹൃത്തുക്കൾക്ക് അത് മനസ്സിലായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. അവരെവിടെയെങ്കിലും ഇങ്ങനെ ബഹുമാനിക്കപ്പെട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ഇല്ല. പക്ഷെ അവർക്ക് ഇവിടെ സ്നേഹം ബഹുമാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. കാരണം ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കറിയാം ഇത് രോഗം എത്ര ഭയങ്കര സീരിയസ് ആണെന്ന്. അവരോട് എങ്ങനെ സംസാരിക്കണം എന്നും അറിയാം. അപ്പൊ നമ്മളൊരു റോൾ മോഡൽ ഇവിടെ ഉണ്ട്. കുറച്ച് ആളുകൾ രക്ഷപ്പെട്ട ഒരു റോൾ മോഡലാണ്, ഉദാഹരണങ്ങളാണ് അവർ. അപ്പോൾ ആ ഒരു മോഡലിൽ കൂടി നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളറിയാതെ തന്നെ ആ മോഡലിൽ കൂടി അങ്ങ് പോകും. അതോടുകൂടി നമുക്കൊരു തിരിച്ചുവരവ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഇതില് ഞാൻ പറഞ്ഞല്ലോ, തെളിവുകളുടെ സഹായത്തോടു കൂടിയാണ് നമുക്കിത് രോഗമാണെന്ന് പറയാൻ പറ്റുന്നത്. എന്തൊക്കെയാണ് തെളിവുകൾ? പെരുമാറ്റത്തിലെ മദ്യം കഴിച്ച് തുടങ്ങിക്കഴിഞ്ഞിട്ട് അത് മുന്നോട്ട് പോയി അതുണ്ടാക്കുന്ന പെരുമാറ്റ സംഹിതകൾ, അനേകം പെരുമാറ്റങ്ങൾ, ആ പെരുമാറ്റങ്ങൾ, അതുപോലെ നമുക്ക് നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിയാം ഇത് തലച്ചോറിനെ ബാധിച്ചാണ്. പെരുമാറ്റത്തിൽ കുഴപ്പമുണ്ടായിട്ടുണ്ട്, സ്വഭാവത്തിൽ കുഴപ്പമുണ്ട്. ഞാനത് ഒന്ന് പറയാം. അതിൽ കൂടി നിങ്ങൾക്ക് ഞാൻ കുറച്ച് അതിലെ ടൈറ്റിൽ മാത്രം പറയുമ്പോൾ ഇത് ഡോക്ടർ ജെലിനിക്ക് 1946 ഡോക്ടർ ജെലിനിക്ക് ഇത് വളരെ വിശദമായിട്ട് രോഗികളെ അവരുടെ സ്വഭാവത്തെയൊക്കെ പരീക്ഷിച്ച് മനസ്സിലാക്കി അവർക്ക് കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് അവരുടെ ജീവിത രീതി, സ്വഭാവ രീതിയൊക്കെ പഠിച്ച് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരാൾക്ക് അത് വായിക്കുമ്പോൾ തന്നെ, ഞാനിത് വായിക്കുകയാണ് ചെയ്യുന്നത്, കാരണം ഇത് കുറെ ദീർഘമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ കൂടി കടന്നു പോയിട്ടുള്ള ആളുകൾക്ക് ഇത് മനസ്സിലാവും. അപ്പോൾ ഒരാൾ മദ്യം കഴിക്കാൻ തുടങ്ങുകയാണ്. ആരംഭമാണ്, അയാൾ ചെറിയ പ്രായത്തിലായിരിക്കാം, ഒരു 15 വയസ്സിലോ മറ്റേ കഴിച്ചു തുടങ്ങുക. അന്നേരം അയാൾ ആൽക്കഹോളിക് ആയിട്ടില്ല. ആ സമയത്ത് അയാളുടെ സുഹൃത്തുക്കളിലൊക്കെ കണ്ടതന്നെ വല്ലപ്പോഴും ഒരു ആശ്വാസത്തിന്, ഒരു രസത്തിന് കുടിച്ചിട്ടുണ്ട് അവർ. അത് ആവർത്തിക്കപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? അത് നിരന്തരം ഒരു ആശ്വാസം, ഒരു രസകരമായി തോന്നി. പിന്നെ അത് കുറച്ച് അളവ് കൂട്ടേണ്ടി വന്നു. അളവ് ഒരു പെഗ് കഴിച്ചാലും 2 പെഗ് കഴിച്ചാലും മതിയാകില്ല, അത് മുമ്പോട്ട് പോകണം എന്ന് തോന്നി കൂടുതൽ അളവിൽ കഴിച്ചു. പിന്നീടാണ് ആ രോഗത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങി. അതായത് ഈ ഓർമ്മക്കേട്, ശക്തമായ ഓർമ്മക്കേട്, കുടിച്ചു കഴിഞ്ഞിട്ട് ഉള്ള സംഭവങ്ങളെ പറ്റി ഒന്നും തിരിച്ചോർക്കാൻ പറ്റുന്നില്ല. കുടിച്ചു കഴിഞ്ഞ് വണ്ടി ഓടിച്ച് വീട്ടിലെത്തിച്ചേരാൻ പോലും പറ്റില്ല, ആ ലൊക്കേഷൻ ചെയ്യാൻ പറ്റില്ല, വീട് എവിടെയെന്ന് പോലും. അതുപോലെ ഇത് നുണ പറയുക, വഞ്ചിച്ച് കുടിക്കുക, മദ്യം എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കുക. ഇതൊരു ആവശ്യമാണ് എനിക്ക്, അതുകൊണ്ട് ഇത് മുൻകൂട്ടി കണ്ട് ഞാനത് എടുത്തു വെക്കുക, ആ സ്ഥലത്തേക്ക് പോവുക, പിന്നെ മദ്യം ഇങ്ങനെ കുടുകുടാ കുടിക്കുക. ഈ സമയത്തൊക്കെയുള്ള ഒരു കുറ്റബോധം, അതുപോലെ മദ്യത്തെക്കുറിച്ച് സംസാരിക്കുക, ഈ കുടിച്ച സാധനത്തെ പറ്റി വീട്ടിലുള്ളവർ സംസാരിച്ചാൽ അതിനോട് വെറുപ്പ്, എതിർപ്പ്, ദേഷ്യം. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ലേ? കേൾക്കാം, ഹലോ, കേൾക്കാം ഡോക്ടർ, കേൾക്കാം. ഓക്കെ. അല്ല, അതിന്റെ ഇടയ്ക്ക് ചില ശബ്ദങ്ങൾ കേട്ടോണ്ട്. അപ്പോ ഈ കുടിച്ച മദ്യത്തെ പറ്റി വീട്ടുകാർ സംസാരിച്ചാൽ അയാൾക്ക് ദേഷ്യം, ഭാര്യ സംസാരിച്ചാൽ അടിക്കാൻ പോവുക. അപ്പൊ അതൊരു വല്ലാത്തൊരു എന്താണ്, ഒരു കോൺട്രാഡിക്ഷൻ, വൈരുദ്ധ്യമാണ്. അയാൾ കുടിച്ച കാര്യമാണ്, അത് ഒരു സത്യമാണ്. അതിനെ ഭാര്യ ചോദ്യം ചെയ്യുന്നു. ആ സത്യത്തെ ചോദ്യം ചെയ്യുമ്പോൾ എന്താണ്? ദേഷ്യം. സത്യത്തെ ഇങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ ദേഷ്യപ്പെടേണ്ട കാര്യമില്ലല്ലോ, അത് സത്യമല്ലേ. അപ്പോൾ അതൊരു സ്വഭാവത്തിന്റെ ഒരു പ്രത്യേകതയാണ്, മദ്യാസക്തിന്റെ ഒരു പ്രത്യേക സ്വഭാവമാണ്. അയാൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യമല്ലല്ലോ അയാൾ ചെയ്തത്, ഇഷ്ടമുള്ള കാര്യം ചെയ്തപ്പോഴല്ലേ
ആ കാര്യം സത്യസന്ധമായി പറഞ്ഞപ്പോൾ അതിന് അയാൾക്ക് എന്തെങ്ങനെ എതിർക്കാൻ പറ്റുന്നു? അവിടെ ഒരു വൈരുദ്ധ്യമുണ്ട് അയാളുടെ സ്വഭാവം. അതെന്താണ്? അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് കുഴപ്പമാണെന്ന് അയാൾക്കറിയാം. അല്ലെങ്കിൽ അയാൾ എതിർക്കേണ്ട ആവശ്യമില്ലല്ലോ. അയാളുടെ ശരിയായ മനസ്സിൻ്റെ ഉള്ളിൽ ഇത് അയാൾ അമിതമായി മദ്യം കഴിച്ചിട്ടുണ്ടെന്നും അയാളുടെ അവസ്ഥ മോശമാണെന്നും അയാൾക്കറിയാം. അത് അയാളുടെ ഭാര്യയ്ക്കറിയാം. പക്ഷെ എന്താ സംഭവിച്ചത്? ഇവിടെ ഭാര്യ പറഞ്ഞപ്പോൾ അയാൾക്ക് എതിർപ്പ് വന്നു. അത് എവിടെ നിന്നാണ് വന്നത്? അയാളുടെ തലച്ചോറിൽ നിന്ന് വന്ന എതിർപ്പാണ്. അയാളുടെ സ്വഭാവത്തിൽ നിന്ന് വന്ന എതിർപ്പാണ്. ഈ സത്യത്തെ മോശപ്പെട്ടതാണെന്ന് അയാൾക്കറിയാം. അറിയാവുന്ന കാര്യമായതുകൊണ്ട് എതിർക്കുന്നു. പിന്നെ ഈ കൂടെ ഈ ഓർമ്മക്കേട്, ബ്ലാക്ക് ഔട്ട് എന്ന് പറയുന്നത്, അത് ഇങ്ങനെ അടിക്കടി വന്നുകൊണ്ടിരിക്കുക. ഓർമ്മക്കേട് കുടിക്കുമ്പോഴൊക്കെ ഓർമ്മക്കേട് വരിക, അളവ് കൂട്ടി കുടിക്കുക. പിന്നെ അതിനിർണായകമായ ഒരു അവസ്ഥയിലേക്ക് പിന്നെ പ്രവേശിക്കും. കാരണം വെച്ചാൽ ഇതിന് ഒരു നിയന്ത്രണമില്ല. എത്ര പേർക്ക് മദ്യം കഴിക്കണം, എത്ര പൈസ ചിലവാകുന്നു, പൈസ വല്ലതും വീട്ടിൽ കൊണ്ടുപോകാൻ ഉണ്ടാവുമോ, അങ്ങനെയൊക്കെ ഒരു നിയന്ത്രണവും ഇല്ല. എവിടെ ആര് വിളിച്ചാലും അങ്ങോട്ട് പോകും. അതുകൂടാതെ യുക്തിപരമായിട്ട് അങ്ങനെ ഇത് കുടിക്കുക എന്നുള്ളത് ബോധ്യപ്പെടുത്തും മറ്റുള്ളവരെ. ഞാൻ അങ്ങനെ ഒരു കുടിയനൊന്നുമല്ല. ഞാനിങ്ങനെ വല്ലപ്പോഴും ഒരു 1-2 പെഗ്. അതെങ്ങനെ വാസ്തവത്തിൽ 1-2 പെഗ് രാവിലെ തുടങ്ങി അത് വൈകുന്നേരം വരെ ഒരു 8-9 പെഗ്ഗൊക്കെ ആവും. പക്ഷെ പറയുന്നത് എന്താണ്? ഞാൻ 2 പെഗ് മദ്യം, അങ്ങനെ യുക്തി പറയുക. അതുപോലെ ആരെങ്കിലും, നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞല്ലോ, അതുപോലെ ഒരു ഫോൺ വിളി വന്നാൽ അതിനടിപ്പെട്ട് പോവുക. പിന്നെയുള്ളൊരു സ്വഭാവം, ഞാൻ കേമനാണെന്നുള്ളൊരു പെരുമാറ്റം. ഞാൻ സംഭവമാണ്. വലിയ വലിയ പൊങ്ങച്ചങ്ങള്, വിടലുകള്, അതൊക്കെ ഭയങ്കരം. പിന്നെ ആ കമ്പനികള്, പിന്നെ ആക്രമണ സ്വഭാവം സ്ഥിരം. ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും വർത്താനം പറഞ്ഞാൽ അതിൽ ഇടപെടും. ദേഷ്യം, വയലന്റ് ആകുക ചിലപ്പോൾ. ഇത് അങ്ങനെ മുന്നോട്ട് പോകും. പക്ഷെ ഈ സ്വഭാവത്തെ പറ്റി മധ്യാസത്തിന് കുറ്റബോധമുണ്ട്. അയാൾ കുറ്റബോധത്തോടു കൂടിയാണ് പിന്നെ പെരുമാറുന്നത്. പിന്നെ ഇടയ്ക്കൊന്ന് നിർത്തിവെക്കും. എന്തിനാണ്? ഒരു ശബരിമലയോ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അയാൾ ഒരു 2 ആഴ്ച 3 ആഴ്ച നിർത്തിവെക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ അതിൽ വിജയിക്കും. അയാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വലിയൊരു പരിഗണനയോട് കണക്കാക്കുന്ന എന്താണെന്നറിയോ? അയാളുടെ ഈ കഴിവിനെയാണ്. ഞാൻ 1 മാസം മദ്യം നിർത്തിവെച്ചു. അതിനെ എപ്പോഴും അയാൾ ഓർക്കും. കാരണം അയാളുടെ കഴിവില്ലായ്മയിൽ നിന്നും അയാൾ നേടിയെടുത്തൊരു കഴിവാണ് എന്ത്? ഈ 1 മാസം മദ്യം നിർത്തിവെച്ചത്. അത് എടുത്തു പറയും. അത് ആരോട് പറയും? ഞാൻ പൊങ്ങച്ചായിട്ട് പറയും. ഒരു പൊങ്ങച്ചായിട്ട് പറയും, ഞാനങ്ങനെ നിർത്തിവെച്ചു, എനിക്കതിന് പറ്റി, അതിന് കഴിവുണ്ട് എന്നുള്ളത്. ഇതൊരു സ്വഭാവ രീതിയാണ്. പിന്നെ ഈ നിർത്തിവെക്കൽ ചില ആൾക്കാരെ കാണിക്കാൻ കൂടിയാണ്, വീട്ടുകാരെ കാണിക്കാനുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു തന്ത്രമാണ്. എന്താണ്? ഞാൻ ഇങ്ങനത്തെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു മദ്യപാനിയൊന്നും അല്ല, എനിക്ക് എൻ്റെ കൺട്രോളിലാണ് ഇതൊക്കെ. അതും കൂടി ഉപയോഗപ്പെടുത്താനാണ് ഈ നിർത്തിവെക്കൽ. പിന്നെ ഇതിൻ്റെ രീതി മാറ്റുക. അത് വീര്യം കുറഞ്ഞ മദ്യം കഴിക്കുക, കള്ള് കുടിക്കുക, അല്ലെങ്കിൽ ബിയർ കുടിക്കുക, ഇങ്ങനെയൊക്കെ. ഈ നാടൻ മദ്യം കഴിച്ചിരുന്ന ആൾ പിന്നെ ഇതിലേക്ക് പെട്ടെന്ന് മാറുന്നു. അപ്പോൾ അയാളുടെ വിചാരം ഇത് ശക്തി കുറയും, അപ്പോൾ പിന്നെ വലിയ പ്രശ്നമില്ല എന്നുള്ളത്. അപ്പോൾ ശക്തി കുറഞ്ഞു, ഒരു മദ്യം കഴിച്ചാൽ പ്രശ്നമില്ല എന്നുള്ളൊരു ചിന്ത അയാൾക്ക് വരും. എപ്പോഴും കുറ്റബോധങ്ങൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഇടയിൽ ഒരു സംഭവമുണ്ട്. ഈ സുഹൃത്തുക്കളെയൊക്കെ മൂപ്പര് ഒഴിവാക്കും. നല്ല സുഹൃത്തുക്കളെ. നല്ല സുഹൃത്തുക്കൾ എപ്പോഴും എപ്പോഴും നല്ലവരായിരിക്കും. എന്താണ്? അവർ നമുക്ക് വരുന്ന പ്രശ്നങ്ങളിലൊക്കെ അവർക്ക് സങ്കടം ഉണ്ടാവും. അവർ ചിലപ്പോൾ ഉപദേശിച്ചെന്നിരിക്കും. ചിലപ്പോൾ പറയും, നിൻ്റെ മക്കളൊക്കെ കാണുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്, എനിക്ക് എനിക്കത് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല നിൻ്റെ ഈ സ്വഭാവം. അതൊക്കെ അവരങ്ങനെയൊക്കെ പറയും. അതാണ് നല്ല സുഹൃത്തിൻ്റെ ലക്ഷണം. പക്ഷെ ഇയാൾ അവരെ തെറ്റിദ്ധരിച്ച്, പ്രത്യേകിച്ച് അയാളുടെ ഭാര്യയോട് 2 വാക്ക് സംസാരിച്ചാൽ മതി, പിന്നെ അവനെപ്പറ്റി ഒരു സംശയമായി.
അവനൊരു സംശയത്തിന്റെ നിഴലിലായി ഈ നല്ല സുഹൃത്ത്. അപ്പൊ എന്ത് പറ്റും? അവനോട് പിന്നെ മിണ്ടൂല. അതൊരു സ്വഭാവ രീതിയാണ്. അപ്പൊ നല്ല സുഹൃത്തുക്കളൊക്കെ പതുക്കെ കൊഴിഞ്ഞു പോകും. ഇങ്ങനെ കൊഴിഞ്ഞു പോകും. അവരുടെ ഉപദേശം കേൾക്കാൻ പറ്റൂല, ഒന്നും വേണ്ട, സംശയമായിരിക്കും അവരെ. ഉം. പിന്നെ മദ്യ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ജീവിതം. മദ്യം ഇല്ലാതെ ഒന്നും സാധിക്കില്ല. എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങണമെങ്കിൽ മദ്യം വേണം, അത് തുടരണമെങ്കിൽ മദ്യം വേണം. അവസാനിക്കുമ്പോൾ ഏത് തരത്തിൽ അവസാനിക്കുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഈ മദ്യത്തിന്റെ കേന്ദ്രത്തിന്റെ ഉള്ളിൽ പിന്നെ പ്രവർത്തിക്കും. മറ്റു കാര്യങ്ങളിലൊന്നും വലിയ താല്പര്യമില്ല. ഈവൻ ജോലിയിൽ പോലും വലിയ താല്പര്യമില്ല. ജോലിയൊക്കെ പോയ എത്രയോ ആൾക്കാരുണ്ട്. അങ്ങനെ പോയ ധാരാളം ആൾക്കാരുണ്ട്. ഇതൊക്കെ സംഭവിക്കുമ്പോൾ വേറെ സംഗതിയുണ്ട്. മറ്റ് താല്പര്യങ്ങളില്ലാതെ ഇതിൽ കൂടി മാത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ തൻ്റെ ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു എന്നൊരു ബോധം ചിലപ്പോഴൊക്കെ ഉണ്ടാവും. അപ്പൊ ഒരു സ്വയം സഹതാപാവും. ഞാൻ ഒറ്റപ്പെട്ട്, അവനവനോടുള്ള സഹതാപം, സങ്കടം. ഇങ്ങനെയൊക്കെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചില ആൾക്കാർ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. എന്താണെന്നറിയോ? തൻ്റെ പണി, ജോലിയൊക്കെ വേറെ സ്ഥലത്തേക്ക്, ഈ വീട്ടുകാരും നാട്ടുകാരും അയൽവക്കാരും അറിയാത്തൊരു സ്ഥലത്തേക്ക് ജോലിയൊക്കെ അങ്ങ് മാറ്റും. ഇപ്പൊ നാട്ടിൽ നല്ലൊരു പൈസ കിട്ടുന്നൊരു ജോലിയൊക്കെ ഉണ്ട്. അതൊക്കെ കളഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും പോയി തുച്ഛമായ ഒരു ജോലി, അവിടെ പോയി കുടിക്കാം, ആരും അറിയില്ല എന്നുള്ള ഇതാണ്. അതാണ് ജിയോഗ്രഫിക്കൽ എസ്കേപ്പ് എന്ന് പറയും. നാട് വിട്ടുള്ള കുടി. ഇതിപ്പോ ഗൾഫിൽ പോകുന്നവര്, കേരളത്തിൽ തന്നെ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയി ജോലി ചെയ്യുന്നവര്, ഇപ്പൊ ഈ ബേക്കറിയിൽ പണിക്കാര്, ബേക്കറി എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ, ചിലതരം കൂലിപ്പണിക്കാര്, ഇതൊക്കെ അവര് പറഞ്ഞു പോകുന്ന എന്താണ് വീട്ടുകാരോട്, ഞാൻ മറ്റേ പണിക്ക് അവിടെ പോവാണ്, ഇവിടെ പോവാണ്, അങ്ങനത്തെ ഒരു സ്വഭാവം. പിന്നെ ഈ കുടുംബത്തിൽ മിക്കവാറും അഭിനയമായിരിക്കും എല്ലാവരോടും. ചില ആൾക്കാരൊക്കെ ഭയങ്കര നല്ല എക്സ്ട്രാ ഡീസൻ്റ് ആയിട്ട് ആരൊക്കെ പെരുമാറും. അവരോട് ഇങ്ങനെ ആ സംസാരമൊക്കെ സത്യസന്ധത ഇല്ലാത്ത ചില അഭിനയങ്ങളാണ്. മദ്യം കിട്ടാൻ വേണ്ടി അത് അറിയരുതെന്നുള്ള രീതിയിലുള്ള ഒരു അഭിനയമൊക്കെ ആയിരിക്കും അത്. ഈ ഫാമിലി ഹാബിറ്റ് പലതരത്തിലുണ്ട്. ചില ആൾക്കാർ വയലന്റ് ആവും ചോദ്യം ചെയ്യുമ്പോൾ, ചില ആൾക്കാർ എക്സ്ട്രാ ഡീസൻ്റ് ആവും, അങ്ങേറ്റത്തെ ഇതായിരിക്കും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ വെറുപ്പായിരിക്കും. ആ വെറുപ്പിനെ അതിജീവിക്കാൻ പറ്റില്ല. കാരണം തന്നെ ആരോ നിരീക്ഷിക്കുന്നുണ്ട്, അപമാനിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളുണ്ട്. എപ്പോഴും വെറുപ്പ് വിട്ടുമാറില്ല. ഇതിൻ്റെയൊക്കെ ഇടയിൽ സപ്ലൈ, തനിക്ക് കിട്ടുന്ന ഈ മദ്യം, അത് ഇരന്നിട്ടാണെങ്കിലും മോഷ്ടിച്ചിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും ആ സപ്ലൈ നിലനിർത്തും. പക്ഷെ ശരീരത്തിന് എന്താണ് സംഭവിക്കണമെന്ന് അറിയില്ല. ഈ പോഷകാംശങ്ങളൊന്നും ഇല്ലാത്ത ഭക്ഷണമൊക്കെ കഴിച്ച് ശരീരമൊക്കെ, ചില ആൾക്കാരൊക്കെ 80 കിലോ ഉള്ളവർ 40 കിലോയിലൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ശരീരം ക്ഷീണിക്കുക, അല്ലെങ്കിൽ മദ്യം കഴിച്ച് ഒന്ന് ഛർദിച്ച് രക്തം വരിക, ഒന്നും അറിയുന്നില്ല. ശരീരത്തിന് എന്താ സംഭവിക്കണമെന്നൊന്നും ഒരു കാര്യവും വിവരം ഉണ്ടാവില്ല. അപ്പൊ ചിലപ്പോൾ വീട്ടുകാരൊക്കെ കൂടി ആശുപത്രി കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് ഒരു ട്രിപ്പൊക്കെ കൊടുക്കും. അവിടെ കിടക്കുമ്പോൾ ഇങ്ങനെ ഒരു ആശുപത്രിയിലൊക്കെ കിടക്കുമ്പോൾ പല കാര്യങ്ങളും സംഭവിക്കും കേട്ടോ. കാരണം അവിടെ ഒരാഴ്ച കിടന്നു കഴിഞ്ഞാലുണ്ടല്ലോ, ഇയാളുടെ ഈ രോഗലക്ഷണങ്ങളൊക്കെ പുറത്തു വരും. മദ്യത്തിന്റെ അളവ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ വരുന്ന ചില ലക്ഷണങ്ങൾ, വിശപ്പില്ലായ്മ, അതുപോലെ മായക്കാഴ്ചകള്, ആൾക്കാരോട് ദേഷ്യം, വയലന്റ് ആകുക, പാമ്പിനെ കാണുക, അല്ലെങ്കിൽ ചെവിയിൽ അശരീരി കേൾക്കുക, ഇങ്ങനത്തെ ഒരു മാനസിക രോഗത്തിന്റെ അവസ്ഥ ചില ആൾക്കുണ്ടാവാറുണ്ട്. അതൊക്കെ ശരിക്കും നല്ലൊരു ആശുപത്രിയിലാണെങ്കിൽ അവർ അത് മനസ്സിലാക്കും. ആൽക്കഹോൾ അഡിക്ഷന്റെ കൊണ്ടുള്ള ഒരു രോഗലക്ഷണമാണ്, അവരതിന് കൈകാര്യം ചെയ്യും. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ചാൽ, ഇയാൾ ഈ ആശുപത്രി കിടക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. ഈ ലൈംഗികമായിട്ട് തൻ്റെ കഴിവുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തനിക്ക് ഈ ഉദാഹരണ ശക്തികളോ ഒന്നുമില്ല. അപ്പോൾ അയാൾ ഒരു മാനസിക രോഗത്തിന്റെ ഉള്ളിലേക്ക്, വേറൊരു തരത്തിലേക്ക് കയറും. എന്താണ്? സംശയരോഗം.
ആ ചിന്ത തൻ്റെ കഴിവില്ലായ്മ ഭാര്യയ്ക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്നുള്ള രീതിയിലുള്ള ഒരു ചിന്തയിലേക്ക് പോകും. ഭാര്യയെ സംശയിക്കും. ഭാര്യയുടെ ചാരിത്രം, ഭാര്യയ്ക്ക് ജാരനുണ്ട്. അങ്ങനെ ജാരനുണ്ടെന്ന് വിചാരിച്ച് ഭാര്യയെ കൊന്ന ഒരാളെ എനിക്കറിയാം. ഭാര്യ ഭക്ഷണം വിളമ്പി കൊടുത്തതിന് ശേഷം ആ പാവം പാത്രം കഴുകിക്കൊണ്ടിരുന്നപ്പോൾ പുറകിൽ ഒളിപ്പിച്ചു വെച്ച കത്തി കൊണ്ട് ഈ സംശയത്തിന്റെ മൂർധന്യാവസ്ഥയിൽ കൊന്നു. അയാള് മെന്റൽ ആശുപത്രിയിൽ കിടക്കുന്നുണ്ടായിരുന്നു ഞാൻ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത്. അപ്പോ ഭാര്യയാണെങ്കിൽ ടീച്ചർ, ഒരു സാധുവായിട്ടുള്ള സ്ത്രീയാണ്. അപ്പോൾ രാത്രിയിൽ ഇങ്ങനെ ഭാര്യയെ ടെസ്റ്റ് ചെയ്യാൻ പല സമയത്ത് വരും. 2 മണിക്ക്. ഡ്രൈവറാണ്, ഓൾ ഇന്ത്യ പെർമിറ്റ്. ചിലപ്പോൾ 10 മണിക്ക് നേരത്തെ വരും, ചിലപ്പോൾ 1 മണിക്ക് വരും, ചിലപ്പോൾ 4 മണിക്ക് വരും. എന്തിനാ അങ്ങനെ വരണേ? ജാരനെ പിടിക്കാൻ. സംശയരോഗി, മാനസിക രോഗി ആയി മാറി അയാള്. അപ്പോൾ അങ്ങനെ കുറ്റകൃത്യങ്ങൾ അതിലൊക്കെ പോയി. പിന്നെ അവിടെ വേർപാടായിരിക്കും മിക്കവാറും. ഭാര്യയ്ക്ക് ഇത് മനസ്സിലായ ഭാര്യ മിക്കവാറും വേറെ മുറിയിലേക്ക് പോവുകയോ അല്ല കുട്ടികളുടെ കൂടെ താമസിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ താമസിച്ച ഒരു ഭാര്യയെ ഒരാൾ ഒളിച്ചിരുന്ന് കുത്തി, ആ കുത്തിയിട്ട അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ആ കിടാരി കയറേണ്ടതായിരുന്നു. കഷ്ടിച്ച് രക്ഷപ്പെട്ടു കേട്ടോ. ആ വീട്ടുകാരും നാട്ടുകാരൊക്കെ അലമുറയിട്ട് കയ്യും കാലൊക്കെ കെട്ടിയിട്ട് ആശുപത്രി കൊണ്ട് ചികിത്സിച്ച് അങ്ങനെ ഒരു ആളെ ചികിത്സിക്കാനൊക്കെ ഉണ്ടായി. അയാൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അയാൾ ഈ രോഗത്തിൽ നിന്ന് വിട്ടുനിന്ന്, മദ്യത്തിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ അയാളുടെ ഈ മാനസിക രോഗമൊക്കെ കുറഞ്ഞു. കാരണം അയാളെ തലച്ചോറിന്റെ കുഴപ്പങ്ങളൊക്കെ മാറി. അയാൾ വളരെ സ്നേഹസമ്പന്നനായിട്ടുള്ള ഒരാളായി ഈ പ്രോഗ്രാമിലൊക്കെ വന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്. വേറൊരു അവസ്ഥ, ഇത് കഴിഞ്ഞ് ശരീരം മദ്യത്തിന് സമർപ്പിക്കപ്പെട്ടു, എപ്പോഴും വേണം അത് എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ രാവിലെയുള്ള കുടി തുടങ്ങും. അപ്പോൾ അന്നേരം ജോലിയെ പറ്റിയോ അതിനെപ്പറ്റിയോ ഒന്നും ആലോചിക്കാൻ പറ്റില്ല. രാവിലെയുള്ള കുടി എന്ന് പറഞ്ഞാൽ ശരീരം അതിനടിമപ്പെട്ടു, മനസ്സടിമപ്പെട്ടു, ജീവിതം അടിമപ്പെട്ടു എന്നർത്ഥം. ആ രാവിലെയുള്ള കുടി അതാണ്. പിന്നെ പോകുന്നത് വളരെ മോശപ്പെട്ട ഒരു ശാരീരിക മാനസികാവസ്ഥയാണ്. അതാണ് അയാളെ ആർക്കും വളയ്ക്കാം, ഈ രോഗിയെ ആർക്കും വളയ്ക്കാം. ബെൻഡർ എന്ന് പറയും, ബെൻഡർ. ഈ പോലീസുകാർ ശവം എടുക്കാൻ വേണ്ടിയോ അഴുകിയ ശവമൊക്കെ കിണറ്റിൽ നിന്ന് പൊക്കാനോ മദ്യം കൊണ്ട് പ്രലോഭിപ്പിച്ച് അയാളെ വളച്ചാൽ വളയുന്ന ഒരുത്തനാക്കി മാറ്റും. എന്തും ചെയ്യും. കൊട്ടേഷൻ സംഘം, അവിടെ ഇഷ്ടംപോലെ മദ്യം കിട്ടും, ആരെയും കൊല്ലാം. അങ്ങനത്തെ ബെൻഡേഴ്സാണ് കേരളത്തിലെ ഇന്നത്തെ കൊട്ടേഷൻ സംഘത്തിലെ ആളുകളൊക്കെ. ഭൂരിഭാഗം ആൾക്കാർ, കൊട്ടേഷൻ സംഘത്തിലുള്ള ആളുകളൊക്കെ ഈ വളയാൻ പറ്റിയ ആൾക്കാരെ, പല ആൾക്കാരും അത് ഗുണ്ടകള്, ജന്മികള്, അത് പൊളിറ്റിക്കൽ, അങ്ങനെ പല ആൾക്കാരും അവർ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. പാവങ്ങളാണ്. അവരുടെ തലച്ചോറ് അവർക്ക് വളയ്ക്കാൻ പറ്റും. അങ്ങനെ അവർ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഈ നിയമം, ഈ ആചാരങ്ങള്, അതെല്ലാം തകർന്നു പോയിട്ട് അവരുടെ ചിന്തകളൊക്കെ വളരെ തരം താഴ്ന്നു പോകും. നിങ്ങൾ ഇതിനിടയ്ക്ക് ഒരു ഇത് കേട്ട് കാണും, ഈ കേരളത്തിൽ നടന്ന സംഭവം. ഒരു മദ്യാസക്തൻ ഇവിടെ എന്തൊരു കട നടത്തിയിരുന്നു, ഈ എറണാകുളത്ത് എവിടെ കട നടത്തി. അവൻ സ്ത്രീകളെ അവിടെ നിന്ന് പല സ്ഥലത്തുനിന്ന് സ്ത്രീകളെയൊക്കെ സംഘടിപ്പിച്ച് എന്തോ മന്ത്രവാദം ഇതൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് എവിടെയോ കൊണ്ടുപോയി, ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവിടുന്ന് ലൈംഗിക പീഡനം നടത്തി. ഇതിന്റെ അവസാനം ഭയങ്കര വൈകൃതങ്ങളൊക്കെ. നിങ്ങൾക്കത് പല ഉദാഹരണങ്ങളും കാണാൻ പറ്റും. ഈ ലൈംഗിക അവയവങ്ങളിൽ കൂടിയൊക്കെ, സ്ത്രീയുടെ ലൈംഗിക അവയവങ്ങളിൽ കൂടി തന്നെ ഭയങ്കരമായിട്ടുള്ള ക്രിമിനലായിട്ടുള്ള മുറിവുകൾ ഉണ്ടാക്കുക. അതുകൂടാതെ തന്നെ പിന്നെ അവിടെ മുറിവുണ്ടാക്കി കൊല്ലുക, പിന്നെ കൊന്നതിന് ശേഷം അവിടെ ലൈംഗിക ബന്ധം ലൈംഗികമായിട്ട് പീഡിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഇത് ഭയങ്കര ക്രിമിനൽ അവസ്ഥയിൽ പോയ എത്രയോ ആൾക്കാരുണ്ട്.
അത് നമ്മൾ ലോകത്തിൽ മുഴുവനുണ്ട്. അത് ഈ മറ്റു ലഹരികൾ കൂടി ഇതിൻ്റെ കൂടെ ഇപ്പോൾ MDMA അതൊരു ഭീകരമായ സാധനമാണ് കേട്ടോ. അത് എക്സ്റ്റസി എന്നൊക്കെ അതിന് ഇംഗ്ലീഷിൽ പറയും. അതിൻ്റെ അർത്ഥം എന്നറിയോ? അമിതമായ ആനന്ദത്തിനും അപ്പുറം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ആനന്ദം പോരാ, അതിൻ്റെ അപ്പുറം. അതുപോലെ കന്നാബിസ്, കഞ്ചാവ് ഉപയോഗിച്ച ഒരു ആളാണ് ഈ ശവഭോഗം ചെയ്ത ഒരു മറ്റേ നീലേശ്വരത്തുണ്ടായിരുന്ന ഒരാളുണ്ട്, ട്രിപ്പർ എന്നൊക്കെ ട്രിപ്പർ ചന്ദ്രൻ. അപ്പൊ ഇവരുടെ മനസ്സ്, തലച്ചോറ് പ്രവർത്തിക്കുന്നത് ഭയങ്കര കുഴപ്പത്തിലേക്കായിരിക്കും. ആൽക്കഹോൾ കൊണ്ടുള്ള ഭ്രാന്തിന്റെ ലക്ഷണം, മാനസിക രോഗത്തിന്റെ ലക്ഷണം, തരം താഴ്ന്ന് കുടിച്ച് അവിടെ കിടക്കുക. ചില ആൾക്കാർ ബസ്സൊക്കെ കയറി മരിച്ചു, അല്ലെങ്കിൽ അവിടെ കിടന്ന് മരിച്ചു, വെള്ളം കുടിക്കാതെ. മറ്റ് പ്രഷറൊക്കെ താഴ്ന്നു പോയി, ഗ്ലൂക്കോസൊക്കെ താഴ്ന്നു പോയി മരിച്ചു. അപ്പോൾ പിന്നീട് ഈ മദ്യത്തിന്റെ അളവ് ഉണ്ടല്ലോ, ഈ ടോളറൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു 8 പെഗ് കഴിച്ചാലേ താൻ ശരിയാവുള്ളൂ എന്നുള്ള ഒരു ടോളറൻസ് ലെവലുണ്ട്. ആ ലെവലൊക്കെ പോവും. ആ ലെവലിൽ എത്തിയില്ലെങ്കിൽ എന്ത് പറ്റും? വയലന്റ് ആവും. വസ്തുവകളൊക്കെ അടിച്ച് തകർത്ത് വീട്ടിലുള്ളവരൊക്കെ കൊല്ലാനൊക്കെ നോക്കും. അങ്ങനെയൊക്കെ കേരളത്തിൽ എന്തെല്ലാം സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകും. അകാരണമായ ഭയങ്ങൾ, എപ്പോഴും ഭയം, ആളുകളോട് സംസാരിക്കാൻ പറ്റൂല, ഭയം, ആളുകളെ പേടി, വിറയല്, ശരീരവും മനസ്സും തളർന്നു പോവുക. അതുപോലെ എപ്പോഴും ഒരു ഒബ്സഷൻ, ഒരു ഒഴിയാ ബാധ. ഇതൊരു ഒഴിയാ ബാധയാകുക. എപ്പോ ചിന്തിച്ചാലും, എപ്പോ എങ്ങോട്ട് നോക്കിയാലും, എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും എന്നുള്ള ഒബ്സഷൻ, ഒഴിയാ ബാധ, അതൊരു ബാധയായി മാറി. ഇതുകൊണ്ടാണ് ഈ ആൽക്കോളിക്സ് അനോണിമസിലെ വില്യം ഡങ്കൻ സിൽക്ക്വർത്ത് പറഞ്ഞ വാക്കാണ് ഇപ്പോൾ ഞാൻ ഓർക്കുന്നത്. അദ്ദേഹം പറഞ്ഞ്, ഇത് അലർജി ഉണ്ടാക്കി പറ്റാത്തൊരു സാധനം ഉപയോഗിച്ച് കൊല്ലുന്ന പോലെയും മനസ്സുകൊണ്ടൊരു ഒഴിയാ ബാധയുമാണ്. എത്ര നല്ല വാക്കാണ്! ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു സാധനം ഉപയോഗിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയും മനസ്സുകൊണ്ടൊരു ഒഴിയാ ബാധയായി മാറുകയും ചെയ്യുന്ന ശാരീരിക മാനസിക രോഗാവസ്ഥ എന്നാണ് എത്രയോ ഒരു 10-90 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞത്. അതിന്നും പ്രസക്താണത്. അപ്പോൾ ഈ ഒഴിയാ ബാധ അവസാനം ചില ആൾക്കാരൊക്കെ എന്ത് വിചാരിക്കുക, ദൈവമേ, എവിടെയെങ്കിലും ദൈവം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് രക്ഷിക്കൂ എന്നൊക്കെ പറയും. പരാജയം സമ്മതിക്കും ചില ആൾക്കാർ. അങ്ങനെയുള്ള ആൾക്കാർ ഈ പ്രോഗ്രാമിൽ എയിലൊക്കെ വന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത്രയും വലിയ ഇതിൽ കൂടി പോയി രക്ഷപ്പെട്ട ആൾക്കാരുണ്ട് ഇതിൽ വന്നിട്ട്. അപ്പൊ അത് ഇപ്പൊ ഈ ഒരു സ്വഭാവ പരിണാമത്തെ പറ്റി ഞാൻ പറഞ്ഞപ്പോ ആരുടെയെങ്കിലും മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഓടുന്നുണ്ടെങ്കിൽ ഇത് എത്ര ഭീകരാണെന്ന് മനസ്സിലാവും. ഇത് ഏറ്റവും നല്ല ഒരു ഉദാഹരണം ഈ ഡോക്ടറുടെ ഈ പഠനമാണ്. ഇത് പല ആൾക്കാർ അനുഭവിച്ച പഠനം ഒക്കെയാണ്. പിന്നെ ഒരു മദ്യാസക്തന് ഉണ്ടാകുന്ന ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞു നോക്കാം. അത് മാറുകയാണെന്ന് മനസ്സിലാവും. എന്തൊക്കെയാണ്? ആക്സിഡന്റ്. ഈ ആക്സിഡന്റ് ഏറ്റവും നിസ്സാരാക്കുന്ന സ്വഭാവമാണ് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച്. വിദേശത്ത് അവരതിനൊരു മുൻകരുതലുണ്ട്. ഈ ഒരു ഡ്രൈവർ മദ്യം കഴിക്കുന്ന ആളാണെങ്കിൽ അത് മാത്രം മതി അവർക്ക്, വേറെ ഒന്നും വേണ്ട. മദ്യം കഴിച്ചിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാളാണെങ്കിലും മതി, അവർ പിടിച്ച ഉടനെ 6 മാസം ജയിലിൽ കൊണ്ടിടും. അവിടെ വെച്ച് അവനോട് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ നോക്കും, മനസ്സിലാക്കാൻ നോക്കും. വേണ്ടി വന്നാൽ മദ്യം കഴിക്കുന്ന അതിന് ചികിത്സ വരെയും കൊടുക്കും അവർ. അതാണ് വിദേശത്തെ പരിപാടി. അതുപോലെ അയാൾക്ക് ഈ ആക്രമണത്തിൽ, എത്രയോ ആൾക്കാർ ആക്രമണത്തിൽ ജയിലിലായി, ജീവിതം നഷ്ടപ്പെട്ടു, കുടുംബം നഷ്ടപ്പെട്ടു, അറസ്റ്റുകൾ, അപമാനങ്ങൾ. അതുപോലെ ഈ കാലാവസ്ഥ വ്യതിയാനത്തിൽ തണുപ്പിലും ചൂടിലും ഒന്നും അറിയാതെയൊക്കെ കിടന്ന് മരിച്ചിട്ടുണ്ട് എത്രയോ ആൾക്കാർ. അതുപോലെ ഈ മദ്യത്തിന്റെ അളവ് കുറഞ്ഞു പോകുമ്പോൾ അതിൽ മരിക്കുന്ന ആൾക്കാർ 5 മുതൽ 15% ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മായക്കാഴ്ചകൾ, തലച്ചോറ്
ആരുമില്ലാത്ത സംസാരിക്കാനില്ലാത്ത സ്ഥലത്ത് ഇങ്ങനെ ശബ്ദം കേൾക്കുക, ചെവിയിൽ മായ കാഴ്ചകൾ കാണുക. അതുപോലെ അവൻ എന്നെ കൊല്ലാൻ വരുന്നു എന്ന് വിചാരിച്ച് അവനെ ഞാൻ നേരത്തെ കൊല്ലുക എന്നൊക്കെ തോന്നല്. അതുപോലെ ജോലി ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടുക, ഈ ശരീരം ക്ഷീണിക്കുക, രക്തം കുറഞ്ഞു പോവുക, ശാരീരികമായിട്ടുള്ള പല രോഗങ്ങളും അധികരിക്കും. ക്ഷയരോഗം വരിക, അതുപോലെ പലതരം ഈ പകർച്ചവ്യാധികൾ, മഞ്ഞപ്പിത്തങ്ങൾ, ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, HIV, ഇതൊക്കെ എത്രയോ വിദേശങ്ങളിലൊക്കെ അത് കണ്ടമാനം ആൾക്കാരുടെ മരണത്തിന് കാരണമായിട്ടുണ്ട്. അതുപോലെ കുടുംബം വേർപെട്ട് പോവുക, ജോലി പോവുക, കുട്ടികളൊക്കെ കുട്ടികളെ ലൈംഗികമായിട്ടുള്ള ദുരുപയോഗങ്ങൾ, പീഡനങ്ങൾ, അതുകൊണ്ടൊക്കെ 70 വർഷമൊക്കെ കഠിന തടവിനൊക്കെ കിട്ടിയ ആൾക്കാരൊക്കെ എത്രയോ. അതുപോലെ ഈ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുത്ത ആ ഭാര്യ നമ്മളതില്ലേ കൊന്നില്ലേ. അതുപോലെ പലതരത്തിലുള്ള ദുരുപയോഗങ്ങൾ, മെൻ്റൽ ഡിസോർഡേഴ്സ്, മാനസിക രോഗങ്ങളുടെ കയ്യും കണക്കില്ലാത്ത പരിപാടികളുണ്ട്. ഉദാഹരണത്തിന് വിഷാദ രോഗം വന്ന് മരിക്കാൻ തോന്നുക, ആളുകളെ നേരിടാൻ പറ്റാതെ ഉത്കണ്ഠ, ഭയമൊക്കെ വരിക, അതുപോലെ തന്നെ ഉന്മാദം പോലെ തോന്നുക, ആ എല്ലാ വസ്തുക്കളും നശിച്ചു പോകാനായിട്ട് ഒരു ആഗ്രഹം, അതിനെ അടിച്ചു പൊളിക്കുക, പണം ചെലവഴിക്കുക. അതുപോലെ ഈ മദ്യം കഴിക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ അതിൻ്റെ ഗർഭത്തിലുള്ള കുട്ടിക്ക് ആ കുട്ടിയുടെ തലച്ചോറിൽ കൂടി മദ്യം കയറി അതിന് പൂർണ്ണമായിട്ടൊരു മന്ദബുദ്ധിയാവും. പിന്നെ മദ്യാസക്തൻ്റെ മക്കളെ നെഗ്ലക്റ്റഡ് ചിൽഡ്രൻ ആണ്. അവർ ഒഴിവാക്കപ്പെട്ട കുട്ടികളാണ്, അവർ പരിഗണനയില്ലാത്ത കുട്ടികളാണ്, വിദ്യാഭ്യാസം നഷ്ടപ്പെട്ട കുട്ടികളാണ്. അവർക്ക് അസുഖങ്ങൾ വന്നാൽ അവരെ ശരിക്കും ചികിത്സിക്കാനുള്ള ഉത്തരവാദിത്തം അയാൾക്കില്ല. അവരുടെ പഠനം നിർത്തിപ്പോവും. അവർ ചിലപ്പോൾ ഈ ദുർഗുണ പഠനശാലയിൽ എത്തും, പോലീസിൻ്റെ പിടിയിലാവും, ദാരിദ്ര്യം. അതുപോലെ അയൽവക്കക്കാരന് പോലും കിടന്നുറങ്ങാൻ ചിലപ്പോൾ പറ്റില്ല. വയലൻസ്, പോകുന്ന സ്ഥലത്തൊക്കെ ഇടപെടൽ, ഇതൊക്കെ സ്വഭാവ രീതിയിലുള്ള സംഗതികളൊക്കെ തന്നെ നഷ്ടങ്ങളൊക്കെയാണ്. അപ്പം ഈ ഡോക്ടർ ജെലിനിക്കിൻ്റെ ഈ സത്യത്തിൽ സത്യമായിട്ടുള്ള ഈ കാര്യങ്ങൾ, ഈ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ മാത്രം ഓർത്താൽ മതി, അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടായാൽ മതി. ഇത് എത്രമാത്രം സീരിയസ് ആയിട്ടുള്ള തലച്ചോറിൻ്റെ രോഗമാണെന്ന് ഇതിൽ കൂടുതൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ പുതിയതായിട്ട് വന്ന സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത്, ഇത് എങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. ഈ പ്രോഗ്രാമിൽ വന്ന് ഈ രോഗത്തെ പറ്റി മനസ്സിലാക്കിയപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ എനിക്ക് കാണിക്കാൻ പറ്റില്ല നിങ്ങളെ, അല്ലെങ്കിൽ ഞാനതൊക്കെ ഓൺലൈനായിട്ടൊക്കെ നിങ്ങളെ കാണിച്ചു തരുമായിരുന്നു, മൊബൈലിൽ കൂടിയൊക്കെ. തലച്ചോറിൻ്റെ ഈ ഇമേജസ്, അതിൻ്റെ പഠനങ്ങൾ നടത്തുന്നുണ്ട്. ഈ മദ്യത്തിൻ്റെ ഉള്ളിലും ലഹരിയുടെ ഉള്ളിൽ തലച്ചോറിന് കേടുപറ്റിയ തലച്ചോറിൻ്റെ സ്കാനിങ്, സ്പെക്ട് സ്കാൻ എന്നൊക്കെ പറയും. ഞാൻ ചില സ്ഥലത്തൊക്കെ അത് കാണിച്ചിട്ടുണ്ട്. ആ സ്കാനിങ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ആ സ്കാനിങ് ഒറ്റ നോട്ടത്തിൽ ഒരു പ്രത്യേക വിദ്യാഭ്യാസം ഒന്നും വേണ്ട, അത് നോക്കി ഒരൊറ്റ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്ക് വരെ കണ്ടാൽ മനസ്സിലാവും ആ സ്കാനിൽ വന്ന മാറ്റങ്ങൾ. അത് തലച്ചോറിൽ ഇന്ന രോഗങ്ങളുടെ ലക്ഷണമെന്ന് പറയുമ്പോഴത്തേക്കുണ്ടല്ലോ, അത് ഞെട്ടിപ്പോവും അത് കാണുന്ന ആള്. കാരണം വളരെ സ്മൂത്ത് പെയിന്റ് അടിച്ച് ഒരു ഭിത്തി പോലെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു പിക്ചറാണ് ഈ സ്പെക്ട് സ്കാനിൽ തലച്ചോറിൻ്റെ ഒരു രൂപം. അതിന് മുകളിൽ നിന്ന് നോക്കിയാലും താഴെ നിന്ന് നോക്കിയാലും ഒക്കെ വളരെ സ്മൂത്തായിട്ട് ഭംഗിയായിട്ട് ഒരു പെയിന്റ് അടിച്ച് സ്മൂത്തായിട്ട് കിടക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ ഈ മഴക്കാലത്ത് നമ്മൾ ഈ ടാറിട്ട റോഡുകളൊക്കെ വെള്ളം വീണ് ഈ കല്ലൊക്കെ പോയി കുഴി വീണ് പോലെ, അങ്ങനെ കുഴിയുള്ള ഒരു തലച്ചോറാണ് ഈ മദ്യവും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച ആളുടെ തലച്ചോറ് സ്കാൻ ചെയ്യുമ്പോൾ കാണുന്നത്. അവർ ചികിത്സ എടുത്തു, അവർ മദ്യത്തിൽ നിന്ന് വിട്ടു നിന്നു, അവർ
1 വർഷം കഴിഞ്ഞു, 3 വർഷം കഴിഞ്ഞു, അവരുടെ തലച്ചോറ് നോക്കിയാലുണ്ടല്ലോ നല്ല സ്മൂത്തായിട്ട് ആ പെയിന്റ് സ്മൂത്തായിട്ടിരിക്കുന്ന പോലെ തന്നെ നല്ല ഭംഗിയായിട്ട് പഴയ പോലെ ഇരിക്കും. അതിന്റെ അർത്ഥം എന്താണ്? മദ്യം അങ്ങോട്ട് ചെന്ന് തലച്ചോറിനെ നശിപ്പിച്ചില്ലെങ്കിൽ അയാൾക്ക് തിരിച്ചു വരാനുള്ള കഴിവ് കിട്ടി, അയാൾക്കൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ള തെളിവാണത്. അപ്പോൾ ഈ ഒരു ചികിത്സാ രീതി എന്താണ്? വിട്ടുനിൽക്കൽ ചികിത്സ എന്ന് പറയുന്നതിന്. മദ്യം കഴിച്ചുകൊണ്ട് മദ്യപാനത്തിന് ഒരു ചികിത്സയില്ല. മദ്യപാന രോഗിയായ ഒരാൾക്ക് മാത്രമല്ല, സാധാരണ മനുഷ്യന് പോലും അത് ആലോചിക്കാൻ പോലും പറ്റില്ല. എപ്പോഴാണ് അവൻ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്, എപ്പോഴാണ് വണ്ടി കൊണ്ട് വേറൊരുത്തൻ്റെ നെഞ്ചത്ത് കയറ്റുന്നത്, എപ്പോഴാണ് അവൻ പോലീസ് അറസ്റ്റ് ചെയ്യണമെന്നൊന്നും അവൻ പറയാൻ പറ്റില്ല. അത് എപ്പോൾ വേണമെങ്കിലും ആകാം. അപ്പോൾ അതുകൊണ്ട് അവന് 24 മണിക്കൂർ വീതം മദ്യത്തിൽ നിന്ന് വിട്ടുനിന്ന് ആ വിട്ടുനിൽക്കലിൻ്റെ ഒരു ചികിത്സ അവൻ ഉണ്ടാക്കിയെടുക്കണം. കാരണം തലച്ചോറിന് പണി കൊടുത്തോണ്ട് ഇത് മുമ്പോട്ട് പോകില്ല. അപ്പോൾ മദ്യാസക്ത രോഗത്തെ ലോകാരോഗ്യ സംഘടനയും അതുപോലെ അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷനൊക്കെ പറയണത് എന്താണെന്നറിയാമോ? അത് മാനസിക പെരുമാറ്റ രോഗമാണ്. പക്ഷെ കുടിക്കുന്ന ആരും അങ്ങനെ ചിന്തിക്കാറില്ല. ആരെങ്കിലും മാനസിക രോഗം എടുത്ത് വെക്കുമോ നമ്മുടെ ഉള്ളിലേക്ക്? ആരെങ്കിലും ഒരു പെരുമാറ്റ രോഗം എടുത്ത് നമ്മുടെ ഉള്ളിലേക്ക് വെക്കുമോ? അതിന് മദ്യം ഇല്ലാത്തൊരവസ്ഥയിൽ അത് ചിന്തിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് വിട്ടുനിന്നാലേ ചിന്തിക്കാനും മനസ്സിലാക്കാനും അറിവ് നേടി ആ അറിവും അനുഭവവും ഒക്കെ ഉപയോഗിച്ച് രക്ഷപ്പെടാനും പറ്റുള്ളൂ. നമ്മുടെ ഈ പ്രോഗ്രാമിൽ നമുക്ക് അറിവ് കിട്ടുന്നുണ്ട്, അനുഭവങ്ങൾ കിട്ടുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിന് പ്രതീക്ഷ ഉണ്ടാകുന്നുണ്ട്. മറ്റെന്ത് പ്രതീക്ഷയാണ്? ഒരു പ്രതീക്ഷയില്ല. പ്രത്യേകിച്ച് കൂടെ ജീവിക്കുന്നവരാണ് പ്രതീക്ഷ സൂക്ഷിക്കുന്ന ആൾക്കാർ. ഇന്നല്ലെങ്കിൽ നാളെ ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല. അതുകൊണ്ട് എന്ത് പറ്റും? ആ കൂടെ ജീവിക്കുന്നവരൊക്കെ മാനസിക രോഗികളായിട്ട് മാറും. അവരെ വിഷാദ രോഗം ബാധിക്കും, വിഭ്രാന്തി ഉള്ളവരായി മാറ്റും, അവരെ ദേഷ്യക്കാരാക്കും, ചിലപ്പോൾ പ്രതികാരമുള്ളവരാക്കും. ചിലപ്പോൾ അങ്ങനെ പ്രതികാരമുള്ളവരാണ് ഒരാഴ്ചക്കാലം മുഴുവൻ ജയിലൊക്കെ മറ്റേ അറസ്റ്റും കോടതിയൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഇയാളെ ഉറക്കത്തിലെങ്കിലും കൊല്ലണം എന്ന് വിചാരിച്ചാൽ അത്രമാത്രം പ്രതികാരമുള്ളവരൊക്കെ ഉണ്ടാവും. അയാളെ പറ്റി ഒരു വാക്ക് പോലും അവർക്ക് പറയാൻ പറ്റില്ല. കാരണം അവർക്ക് അറിയാൻ പാടില്ല ഇത് ഒരു രോഗമാണെന്നും തലച്ചോറിന്റെ രോഗമാണെന്നും. ഇയാളിങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് തന്നെ അവർ വിചാരിക്കുള്ളൂ. അപ്പോൾ ഈ രോഗിക്ക് ഈ കുടുംബമായിട്ടൊരു ബന്ധം ഉണ്ടെങ്കിലുണ്ട് ഒരു ഗുണം കിട്ടും. വാസ്തവത്തിൽ അയാളെ ചികിത്സിക്കാൻ കൊണ്ടുപോകുന്നത് ആ കുടുംബമായിരിക്കും. അവർക്കൊരു തിരിച്ചറിവ് കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ. അപ്പൊ തിരിച്ചറിവ് രോഗിയുടെ ബന്ധുക്കൾക്ക് വേണം, നിർബന്ധമാണ്. കാരണം അവരുടെ ബ്രെയിൻ നോർമലാണ്, അവരുടെ തലച്ചോറ് ഈ മദ്യത്തിന് വിധേയമായിട്ടില്ല. പക്ഷെ മദ്യം ഉണ്ടാക്കിയ പ്രശ്നങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അതുകൊണ്ട് സ്വഭാവ രോഗം അവർക്ക് വന്നിട്ടുണ്ട്. വെറുപ്പ്, സങ്കടം, ആക്രമണ സ്വഭാവം ഒക്കെ അവർക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അവര് രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? ഈ രോഗി, ഈ മൂലകാരണം, ആ മൂലകാരണം രക്ഷപ്പെട്ടാലേ അതിന്റെ കൂടെ ജീവിക്കുന്നവർ രക്ഷപ്പെടുള്ളൂ. അപ്പൊ നമുക്കൊരു പ്രോഗ്രാം ഉണ്ട്, ഈ ആൽക്കഹോളിക്സിന്റെ ബന്ധുക്കള്, അച്ഛനമ്മ, സഹോദരങ്ങളൊക്കെ കൂടിയ ആ ഒരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയുടെ പേര് അലനോൺ എന്ന് പറയും. അലനോൺ, മദ്യാസക്തന്റെ ബന്ധുക്കളുടെ കൂട്ടായ്മ. മദ്യാസക്തന്റെ സുഹൃത്തുക്കൾക്ക് ഒരു ആ കൂട്ടായ്മ അറ്റൻഡ് ചെയ്യാം. അതിന് പൈസയൊന്നുമില്ല. അത് അറ്റൻഡ് ചെയ്താൽ എന്താ ഏറ്റവും വലിയൊരു അറിവ് കിട്ടും അവർക്ക്. മദ്യാസക്തി ഇങ്ങനെ ഒരു സ്വഭാവ രോഗമാണ്, തലച്ചോറിന്റെ രോഗമാണ്, മാനസിക രോഗമാണ്. ഇതൊക്കെ അവർക്ക് കിട്ടും. അവര് ആ അറിവ് മറ്റുള്ളവർക്ക് കൊടുക്കും. ചില ആൾക്കാർ ഒരു ചികിത്സയ്ക്ക് വിധേയമായി കഴിഞ്ഞാൽ, ഒരാള് കുടുംബത്തിൽ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ കൂടെ ജീവിക്കുന്ന അയാളുടെ അച്ഛനമ്മ, സഹോദരങ്ങള്, സഹോദരിമാര്, അയാളുടെ ഭാര്യയുടെ അച്ഛൻ, അമ്മ, സഹോദരങ്ങള്, മക്കള്,
അയാളുടെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ ഒക്കെ മാറ്റം വരും, അവരുടെ മനസ്സിൽ മാറ്റം വരും. അപ്പോൾ ഒരാൾ രക്ഷപ്പെട്ടാൽ ഒരു 15 മുതൽ 25 പേര് വരെ രക്ഷപ്പെടുമെന്നാണ് പറയണേ. അതറിയില്ല, അത് നാട്ടുകാരും അറിയില്ല, വീട്ടുകാരും അറിയില്ല, ഒന്നും അറിയില്ല. അത് സ്വാഭാവികമായിട്ട് സ്പോണ്ടേനിയസ്, അവരറിയാതെ മാറ്റം വരുന്നതാണ്. അപ്പൊ ഇതൊക്കെ എന്താണ് കാരണം? ഇതൊക്കെ കാരണം ഞാൻ ഒന്ന് ശാസ്ത്രീയമായിട്ട് പറയാം. നമ്മൾ ഈ തലച്ചോറെന്ന് പറഞ്ഞാലേ, അതിൽ അടിസ്ഥാനമായിട്ട് നമ്മൾ മനുഷ്യരാക്കാനായിട്ട് പെരുമാറുന്ന കുറച്ച് ജ്ഞാനം അറിവ് അതിൻ്റെ ഉള്ളിൽ കൂടി കിട്ടുന്നുണ്ട്. ആ ജ്ഞാനം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം, എല്ലാവരും അറിഞ്ഞിരിക്കണം. ഈ ജ്ഞാനത്തിൽ ഏറ്റവും പ്രധാനം ഈ സത്യം എന്താണ്, എല്ലാ കാര്യത്തിൻ്റെയും സത്യം എന്താണെന്ന് അറിയുന്ന ഒരു സ്വഭാവം, അതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. എന്താണ് സത്യം? ഒരു മദ്യാസക്തനെ കണ്ണും പൂട്ടി അയാളെ എപ്പോഴും ചീത്ത വിളിച്ച് അപമാനിച്ചുകൊണ്ടിരുന്ന കാര്യമില്ല. ഏറ്റവും വലിയ സത്യം എന്താണ്? അയാളൊരു ശാരീരിക, മാനസിക, വൈകാരിക രോഗത്തിന് അടിപ്പെട്ട ഏറ്റവും സീരിയസ് ആയിട്ടുള്ള രോഗിയാണ്. അയാളുടെ ശരീരത്തിൽ കൂടി എന്ത് രോഗവും കടന്നു പോകാം. ക്യാൻസർ കടന്നു പോകാം, അയാളുടെ അന്നനാളത്തിൽ കൂടി പോകുന്ന ഈ ലഹരി സാധനം അയാളുടെ ഉള്ളിൽ പുണ്ണുണ്ടാക്കാം, രക്തം ഛർദ്ദിച്ച് മരിക്കാം. അയാളുടെ പാങ്ക്രിയാസിനൊക്കെ എഴുതിയിട്ട് കഴിഞ്ഞാൽ അത് ഈ മാംസം ദഹിപ്പിക്കുന്ന ഒരു സാധനമാണ്. അതെല്ലാം കുടലിനെ കരിച്ച് ഭസ്മാക്കാം. മരണം ഒരു 10 മിനിറ്റിനുള്ളിൽ ഉണ്ടാകാം. അല്ലെങ്കിൽ അത് മാംസം ദഹിപ്പിക്കുന്ന സാധനം ഹൃദയത്തിൻ്റെ അടുത്തേക്കോ കിഡ്നിയുടെ അടുത്തേക്കൊക്കെ പോയാലുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. ലങ്സിലേക്ക് പോയുള്ള കാര്യം നോക്കുക. അയാൾ ഇല്ല അവിടെ. അങ്ങനെ എത്രയോ 2-3 പ്രാവശ്യം മരണത്തിന്റെ വക്കിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നമ്മൾ ഏല് വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ പല ആൾക്കാരും 2-3 വർഷം കഴിഞ്ഞ് പിന്നെയും കുടിച്ചിട്ടുണ്ട്. അപ്പൊ മരണം പുല്ല് പോലെയാണ് അവിടൊക്കെ. അതുപോലെ ലിവർ ഡിസീസ്, 115 പേർക്ക് ലിവർ ഡിസീസ് വരുന്നുണ്ട്. ഇപ്പൊ ഈ നമ്മുടെ അടുത്ത അയൽവക്കക്കാരൻ ഒരു പയ്യൻ 35 വയസ്സുള്ള, അവനൊരു ദിവസം ഭയങ്കര മദ്യപാനെ, അറിയുന്നില്ല വീട്ടുകാർ. അപ്പൊ അവൻ കുടിച്ചു കിടന്ന് രാവിലെ എഴുന്നേൽക്കുന്നില്ല, നോക്കുമ്പോൾ മരിച്ചു കിടക്കാണ്. അപ്പോൾ പിന്നെ അങ്ങനെ മരിക്കുമ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യില്ലേ. പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവന്റെ കരളൊക്കെ പോയി, പാങ്ക്രിയാസ് പോയി. അതിൻ്റെ ഉള്ളിലാണ് ഇവന്റെ മരണം നടന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ മാരകമായിട്ടുള്ള പെട്ടെന്നുള്ള മരണം, പതുക്കെയുള്ള മരണം, ഏതും വേണമെങ്കിൽ സ്വീകരിക്കാം. അപ്പോൾ ഇത് ശരിക്കൊരു മരണക്കളി തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ കളിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഞാൻ പറയുന്നത് ഈ 24 മണിക്കൂർ എന്ന് പറഞ്ഞത് ഭയങ്കര വിലപ്പെട്ട ഒരു സമയമാണ്. അങ്ങനെ 24 മണിക്കൂർ കൂട്ടി വെച്ച് 1 വർഷം, 2 വർഷം, 3 വർഷം, ഇതൊക്കെ ചില ആളുകൾക്ക് അത്രയും സമയം പിടിക്കും. അതിൻ്റെ ഇടയിൽ വീണ്ടും കുടിച്ചു പോയാൽ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് ചെല്ലും, അതിനേക്കാൾ മോശം അവസ്ഥയിൽ ചെല്ലും ചിലപ്പോൾ. അപ്പോൾ മദ്യം നിർത്തുക മാത്രമല്ല, ജീവിതത്തെ തിരിച്ചു പിടിക്കണം. ആ തിരിച്ചു പിടിക്കുമ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യം അയാളുടെ തലച്ചോറിൻ്റെ ഉള്ളിൽ എന്താണ് സത്യം എന്നുള്ളത് പ്രവർത്തിക്കാൻ തുടങ്ങും. കാരണം അയാൾ നല്ല രീതിയിൽ ജീവിക്കുമ്പോഴത്തേക്കും അയാൾക്ക് പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകാതെ ജീവിക്കാൻ പറ്റും. രണ്ടാമത്, അയാളുടെ ബന്ധങ്ങൾ മെച്ചപ്പെടും. നല്ല ബന്ധം, സ്നേഹം ആദ്യമായിട്ട് അയാൾ അറിയും. അത് കുടുംബത്തിൽ നിന്നായാലും സുഹൃത്തുക്കളിൽ നിന്നായാലും ജോലി സ്ഥലത്തായാലും സ്നേഹത്തിന്റെ വിലയെ, ബഹുമാനം, അതൊക്കെ എന്താന്ന് അയാൾക്ക് മനസ്സിലാവും. അയാൾക്ക് ഇപ്പോൾ അവഹേളന ഇല്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. അതുപോലെ ഉത്തരവാദിത്വം എന്താണെന്ന് മനസ്സിലാവും. ഒരു ജോലിയുടെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാവും. അതൊക്കെ ഈ വിട്ടുനിൽക്കലിൽ കൂടി കിട്ടുള്ളൂ, അല്ലാതെ ഒന്നും കിട്ടൂല. അവൻ സ്വയം കളിപ്പിച്ച് ഞാൻ വല്ലപ്പോഴൊക്കെ അല്ലെങ്കിൽ ക്രിസ്തുമസിനും ഇതിനും മാത്രമേ കുടിക്കുകയുള്ളൂ എന്ന് വിചാരിച്ച് സാധിക്കില്ല. അവൻ്റെ തലച്ചോറിൽ സാധിക്കില്ല. അതിങ്ങനെ വെടിമരുന്നിന് തീ കൊടുക്കുന്ന പോലെയാണ്. അതിങ്ങനെ വല്ലാത്തൊരു സംഭവമായി മാറും. കാരണം നമ്മൾ ഈ തലച്ചോറ് ഇലക്ട്രിക്കൽ സർക്യൂട്ടാണ്. അതിന് തീ പിടിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് അടിക്കും. ഷോർട്ട് അടിച്ചു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും മരിക്കാം, എപ്പോൾ വേണമെങ്കിലും കുഴപ്പങ്ങളുണ്ടാവും.
പഴയ അവസ്ഥയിലേക്ക് തിരിച്ചും പോവാം. അപ്പോൾ നമ്മൾ അതിലേക്കൊന്നും പോകാതെ ഒരു ശാരീരിക മാനസിക ജീവിതം, ഈ സ്നേഹം, ബന്ധം, ഇതൊക്കെ അറിഞ്ഞ് ജീവിക്കാൻ പറ്റുക. അതുകൂടാതെ ഈ മദ്യാസക്തന് ഈ ഉടനീളം ജീവിതത്തിൽ നഷ്ടപ്പെടുന്ന എന്താണ്? തൻ്റെ ശരീരം എന്താണെന്ന് അയാൾക്കറിയുന്നില്ല. തൻ്റെ ശരീരത്തിൻ്റെ സ്വസ്ഥത എന്താണെന്ന് അയാൾ അറിയുന്നില്ല. അത് മദ്യം ചെന്ന് കഴിഞ്ഞാൽ ഏത് അവസ്ഥയിലേക്കൊക്കെ പോകുന്നുള്ള കാര്യത്തെപ്പറ്റി അയാൾ നിസ്സാരാക്കുന്നു, അത് നിഷേധിക്കുന്നു. അതിനെപ്പറ്റി അയാൾക്ക് ധാരണ വേണ്ടെന്ന് അയാൾ വിചാരിക്കുന്നു. അപ്പൊ ശരീരത്തിനെ പറ്റിയുള്ള ജ്ഞാനം കിട്ടുന്നു. 2, സ്വന്തം മനസ്സിനെ പറ്റിയുള്ള ഒരു ജ്ഞാനം. അപ്പൊ 4 കാര്യങ്ങളായി: യാഥാർത്ഥ്യം, ബന്ധങ്ങള്, സ്നേഹം, മനുഷ്യത്വം ഒക്കെ കിട്ടുന്നു. ശരീരത്തിനെ പറ്റി ജ്ഞാനം, മനസ്സിനെ പറ്റി ജ്ഞാനം, ബോധത്തെ പറ്റിയുള്ള ജ്ഞാനം ഒക്കെ തിരിച്ചു കിട്ടുന്നു. ഏറ്റവും ഒടുവിൽ അയാൾക്ക് കിട്ടുന്നത് അയാളൊരു മനുഷ്യനാകുക എന്നുള്ളൊരു പരിപാടിയാണ്. അയാളുടെ സ്വഭാവത്തെ മാറ്റാനുള്ള ചില പരിപാടികളൊക്കെ ഇതിലുണ്ട്. അതിലേറ്റവും പ്രധാനം, മദ്യത്തിന് മുന്നിൽ ഞാൻ ശക്തിഹീനനായി, എൻ്റെ ജീവിതം കൊണ്ടുനടക്കാൻ പറ്റാത്ത രീതിയിൽ അനിയന്ത്രിതവും അസാധാരണവുമായി മാറി എന്നുള്ള ആ തിരിച്ചറിവ്, അനുഭവത്തിൽ നിന്നൊക്കെയുള്ള തിരിച്ചറിവ്, അത് ഭയങ്കര ശക്തമായൊരു അറിവാണ്. അത് ഈ പ്രോഗ്രാമിൽ കിട്ടും. അതുകൂടാതെ ഞാൻ എന്ന് പറഞ്ഞ സംഭവം വലിയ സംഭവമല്ല. ഞാൻ ഒരു സാധാരണയായ മനുഷ്യനാണ്. മദ്യം ചെല്ലുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ, അപാരമായിട്ടുള്ള ചില ചിന്തകളൊക്കെ വരും. ഈ ആനന്ദത്തെയൊക്കെ മുറുകെ പിടിക്കാൻ ഭയങ്കര ശ്രമം നടത്തും. അത് പലപ്പോഴും മരണത്തിലെ കലാശിക്കുള്ളൂ. അതുകൂടാതെ ഈ മദ്യം മറ്റു ലഹരിയായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ തലച്ചോറിൻ്റെ നാശം കൂടുതലാവും. പലപ്പോഴും അവർക്കൊക്കെ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അസാധാരണമായിരിക്കും. മറ്റൊന്ന്, ഈ മദ്യം കഴിച്ച് എല്ലാം ഓർഡർ, ക്രമമില്ലാതെ എല്ലാം തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയായിരിക്കും അയാളുടെ തലച്ചോറിന് ജാഗ്രത ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മദ്യാസക്തരെ ഒന്ന് പരിശോധിച്ച് നോക്കൂ. അവരെപ്പോഴും പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, ആവർത്തന സ്വഭാവം. അവർക്ക് ഒരു കാര്യത്തെ പറ്റിയും ഒരു ആസൂത്രണം ചെയ്ത് ശരിയായ കാര്യം തിരഞ്ഞെടുക്കാൻ പറ്റില്ല. തകർച്ച അവരിഷ്ടപ്പെടുന്നു, ക്രമമില്ലായ്മ, തകർച്ച അവരിഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഒരു മദ്യാസക്തൻ കിടക്കുന്ന സ്ഥലത്ത് ഗ്ലാസ്സൊക്കെ പൊട്ടിക്കിടക്കുകയാണ്, അയാളുടെ എല്ലാ വസ്തുക്കളും അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അതുപോലെ അയാൾ വലിക്കുന്ന സിഗരറ്റുകളോ അയാൾ ഉപയോഗിക്കുന്ന മറ്റു ലഹരികളോ ഒക്കെ ചെതറിക്കിടക്കുന്നു. ഇത് ഭയങ്കര സംഭവമാണ്. ഈ ക്രമമില്ലായ്മ മതി അയാൾക്ക് അടുത്തൊരു കുടിയിലേക്ക് പോകാൻ, അതിനെപ്പറ്റിയുള്ള ചിന്തയിലേക്ക്. ഇത് തലച്ചോറിൻ്റെ ഒരു പ്രത്യേകതയാണ്. ക്രമമില്ലായ്മയും തകർച്ചയും അതിനെ കൂടുതൽ പ്രലോഭിപ്പിക്കും അടുത്ത കുടിയിലേക്ക്. അതുകൊണ്ടാണ് ഒരു മദ്യാസക്തൻ അസഭ്യം പറയുക, അതിനെ ഇഷ്ടപ്പെടുക, ഒരാളെ ഇങ്ങനെ അപമാനിക്കുക, നിന്ദിക്കുക, 2 അടി കൊടുക്കുക, അങ്ങനെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ പോലീസുമായിട്ട് സംവാദം നടത്തുക, തർക്ക വിഷയങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അയാൾക്ക് തലച്ചോറിന് ഉത്തേജനം കിട്ടുവാണ് കൂടുതൽ ഇതിലേക്ക് പോകാനായിട്ട്. അപ്പൊ ഈ പെരുമാറ്റം ഉണ്ടല്ലോ, പെരുമാറ്റം ഒരു ചികിത്സയാണ്. ആൽക്കഹോളിക്സ് അനോണിമസിൽ പെരുമാറ്റം ഒരു ചികിത്സയാണ്. അതുകൊണ്ടാണ് പല ആൾക്കാരും രക്ഷപ്പെടുന്നത്. അവിടെ ഒരാൾ അനുഭവം പറയുമ്പോൾ അയാൾ പറയണം, ഞാൻ മദ്യത്തിൽ നിന്ന് വിട്ടുനിൽക്കൽ മാത്രമല്ല, അയാളുടെ ജീവിതം ചിട്ടപ്പെടുത്തിയതും ക്രമമുണ്ടാക്കിയതും അയാൾ പറയുന്നുണ്ട്. ആ ക്രമമുണ്ടാക്കിയ അനുഭവം ഉണ്ടല്ലോ, അത് അനുകരിച്ചാൽ മതി, മറ്റവൻ രക്ഷപ്പെടും. അപ്പോൾ ഇതിൻ്റെ ചികിത്സയിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ചികിത്സ തീർച്ചയായിട്ടും വേണം. കാരണം അത് വളരെ നല്ല ഒരു എളുപ്പമുള്ള വഴിയാണ്. കാരണം അല്ലെങ്കിൽ ഇയാളെ പിടിച്ചാൽ കിട്ടൂല, ഈ സമയം കഴിഞ്ഞു പോകും.
ഇയാളെ പിടിച്ചാൽ കിട്ടൂല, അല്ലെങ്കിൽ പോലീസിന്റെ സഹായം വേണ്ടി വരും അയാളെ കൊണ്ടിടുക. അപ്പൊ അവിടെ ചെന്ന് അയാൾ റിവെഞ്ച്, പ്രതികാരമായിരിക്കും. അയാൾക്ക് നല്ല മനസ്സൊന്നും ഉണ്ടാവില്ല. അയാൾക്ക് അഡ്മിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് പ്രതികാര മനോഭാവമായിരിക്കും. കാരണം അയാളുടെ മനസ്സ് ഭയങ്കര ഒരു മനുഷ്യത്വത്തിൽ നിന്നും അകന്ന് ശൂന്യമായിട്ടുള്ള ഒരു മനസ്സായിരിക്കും. അത് പ്രതികാരം എന്നുള്ള ചിന്ത മാത്രമായിരിക്കും. ചിലപ്പോൾ എനിക്കറിയാവുന്ന ഒരാളുണ്ട്, ഞാൻ മെന്റൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തപ്പോഴത്തേക്കുണ്ടല്ലോ, അവിടെ മദ്യവും മറ്റു ലഹരിയും മാനസിക രോഗം ഉള്ള ഒരാളെ സെല്ലിലാക്കിയിരുന്നു. ആ സെല്ലിലാക്കാൻ കാരണം എന്താണ്? വീട്ടുകാർക്ക് ജീവിക്കാൻ പറ്റൂല. അവര് പോലീസിനെ വിളിച്ചു, പോലീസ് വന്ന് അയാളെ കൊണ്ടുവന്ന് സെല്ലിലാക്കി. ഈ സെല്ലിൽ അവിടെ സെക്യൂരിറ്റി നോക്കണം, ഇയാള് മരുന്നൊക്കെ കൊടുത്തതൊന്ന് ശരിയാവുന്നവരെങ്കിലും സെക്യൂരിറ്റി വളരെ കർശനായിരിക്കും. ആ സെക്യൂരിറ്റിയുടെ കുഴപ്പം കൊണ്ട് അവിടുന്ന് അയാൾ ചാടിപ്പോയി എന്താ ചെയ്തതെന്നറിയാവോ? വീട്ടിൽ പോയി 2 പേരുടെ കഴുത്ത് വെട്ടി, അവരുടെ ജീവൻ പോയി. അതിനുശേഷമാണ് പോലീസ് അവിടെ ചെന്ന് അവനെ വീണ്ടും പൊക്കിക്കൊണ്ടുവന്ന് സെല്ലിലിട്ടത്. ആലോചിച്ച് നോക്കുക. ഇതാണ് മദ്യാസക്ത രോഗം, മാനസിക രോഗം. അതുമായിട്ട് ബന്ധപ്പെട്ട് റിവെഞ്ച്, പ്രതികാരം. എന്തിന് പ്രതികാരം? ആരോട് പ്രതികാരം? അവനങ്ങനെയുള്ള ചിന്തയില്ല. കാരണം ആ മനുഷ്യത്വം ഒക്കെ കംപ്ലീറ്റ് പോയി, എല്ലാ സ്ഥലത്തും എല്ലാം നഷ്ടം. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഭീകരമായ രോഗമാണ് കേട്ടോ, അതിഭീകര രോഗമാണ്. അപ്പൊ മദ്യാസക്ത രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാല് അറിവ് കൊണ്ടും അനുഭവം കൊണ്ടും അതിനെ മനസ്സിലാക്കി അതിൽ നിന്ന് വിട്ടുനിന്ന് ജീവിക്കാൻ അനുവദിക്കുക. അതുപോലെ മറ്റുള്ളവർക്ക്, രക്ഷപ്പെട്ടതിന് ശേഷം മറ്റുള്ളവർക്ക് കൂടി ഒരു സന്ദേശം കൊടുക്കുക. ഞാനിങ്ങനെ രക്ഷപ്പെട്ടു, അവർ രക്ഷപ്പെട്ടാൽ ആ ഒരു സന്തോഷം തന്നെ മതി ഒരു മദ്യാസക്തനെ രക്ഷപ്പെടാനുള്ള ഒരു പ്രചോദനമാണ്. അപ്പൊ ഒരിക്കൽ കൂടി ഞാൻ എല്ലാവർക്കും, പ്രത്യേകിച്ച് പുതുമക്കാർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, അവർക്ക് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇത് വെറും ഒരു കഥ പറച്ചിലോ സിനിമാ കഥയോ ഒന്നുമല്ല, ഇത് യഥാർത്ഥ ജീവിതമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്ന രോഗത്തെ പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞത്. അത് ഹൃദ്രോഗമോ മറ്റൊന്നുമല്ല, മദ്യാസക്ത രോഗവും മറ്റു ലഹരി രോഗങ്ങളും ചേർന്നുള്ള രോഗമാണ്. നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഒരു ഗവൺമെന്റോ ഭയങ്കര ആയിട്ടുള്ള മനുഷ്യത്വമുള്ളവരോ ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടാകാം, വളരെ അപൂർവമായിട്ട്. അതിൽ ഏറ്റവും കൂടുതൽ സഹിക്കുന്ന ആൾക്കാർ സ്വന്തം ഫാമിലി മെമ്പേഴ്സാണ്, സ്വന്തം ജോലി സ്ഥലത്തുള്ള നല്ല സുഹൃത്തുക്കളൊക്കെ ആയിരിക്കും. ആരെങ്കിലും ഒരു നന്മ ചെയ്യുകയാണെങ്കിൽ അത് സ്വീകരിക്കുക, അതാണ് ആദ്യം വേണ്ടത്. സ്നേഹം കൈവിടാതിരിക്കുക, സ്നേഹിക്കാനുള്ള കഴിവ് വീണ്ടെടുക്കുക. ഇതാണ് ഞാൻ ജീവിച്ചു എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവണമെങ്കിൽ അതൊക്കെ വേണം. ഞാൻ കുറച്ചു കാലം ജീവിച്ചു എന്നൊരാൾക്ക് തോന്നണമല്ലോ. അല്ല ജയിലിൽ പോയി കിടന്നിട്ട് ഞാൻ ജീവിച്ചു എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും വളരെ മേന്മയുള്ളൊരു ജീവിതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഡോക്ടറെ. താങ്ക് യു. ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന് വളരെയധികം